നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വക്കാലത്ത് പിടിച്ച് സംസാരിക്കുന്നത്? ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് ആശ. ഐ വാസ് നോട്ട് ക്വസ്റ്റ്യനിങ് ഹർ റൈറ്റ്. ജസ്റ്റ് എ മൊമെന്റ് പ്ലീസ്, ജസ്റ്റ് എ മൊമെന്റ്. ഐ വാസ് ആസ്കിങ് ആശ, ഒരു മുസ്ലിം സ്ത്രീയുടെ എക്സ്പീരിയൻസിനെ പറ്റി എത്രത്തോളം ആശയ്ക്ക് പറയാൻ പറ്റും? അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമൻ റിഫോർമേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മൾ ചേരി തിരിഞ്ഞ ഒരു അറ്റാക്ക് നടത്തേണ്ട കാര്യമില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ലോസ് ഓഫ് ഡിഗ്നിറ്റി ദാറ്റ് ഹാപ്പൻഡ് ഓർ ദാറ്റ് ഫെൽറ്റ്. അത് ഇറ്റ് വാസ് ലിറ്ററലി ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്ത്രീകളെല്ലാം വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അതിനെതിരുള്ള ഒരു പ്രൊട്ടസ്റ്റുള്ള നിലയിലാണ് ഞങ്ങൾ ഈ ഒരു ചർച്ച സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ആ റൈറ്റ്, ഞങ്ങൾക്ക് റൈറ്റ് ഇല്ല എന്ന് മാത്രം ഫർഹാന പറയരുത് പ്ലീസ്. അല്ല, ഞാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ലെറ്റ് മീ പ്ലീസ് റെസ്പോണ്ട്. എന്നോട് അഡ്രസ് ചെയ്ത കാര്യം റെസ്പോണ്ട് ചെയ്യാൻ സമ്മതിക്കാതെ, ഐ മീൻ ഇറ്റ്സ് നോട്ട് ഡെമോക്രാറ്റിക്. സി ദീപ പറഞ്ഞല്ലോ അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഐ ഡോണ്ട് നോ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇഫ് എനിത്തിങ് സച്ച് ഹാപ്പൻഡ്, ഐ മീൻ ഫുൾ കോണ്ടെക്സ്റ്റ് അറിയാൻ എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഐ എം സേയിങ് ഈസ് ഓൺ എ ഡെയിലി ബേസിസ്, Clubhouse on a daily basis, Muslim women are being forced to answer that we have dignity. Why are you taking up our agency? Ningal enthinaanu ഞങ്ങളെ വക്കാലത്ത് പിടിച്ച് സംസാരിക്കുന്നത്? That's why I asked Asha. I was not questioning her right. Just a moment, please, just a moment. I was asking Asha, ഒരു മുസ്ലിം സ്ത്രീയുടെ എക്സ്പീരിയൻസിനെ പറ്റി എത്രത്തോളം ആശയ്ക്ക് പറയാൻ പറ്റും? ഇപ്പൊ ഇവിടെ വഫ ഉണ്ട്, ഫർസാൻ ഉണ്ട്. മുസ്ലിം സ്ത്രീയുടെ എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നം, ലെറ്റ് മീ പ്ലീസ് കംപ്ലീറ്റ്. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നത്തെ പറ്റി അല്ലെങ്കിൽ തന്നെ ഇവിടെ ഡെയിലി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ആ ഇത് കാരണം ഞങ്ങൾക്ക് ചില്ലറ പിന്നെ പ്രശ്നമൊന്നല്ല ഇത് കാരണമല്ല. ഐ മീൻ ചില്ലറ ഇതല്ല. വി ആർ ഓൾസോ ഹാവിംഗ് സോ മച്ച് ഓഫ് ആങ്സൈറ്റി. വി ആർ ഓൾസോ ഫേസിങ് സോ മച്ച് ഓഫ് എന്താ പറയാ, വി ആർ ബീങ് പ്രഷറൈസ്ഡ് ടു ആൻസർ ദാറ്റ്. സി വൈ ആർ യു പെർപെച്യുവേറ്റിംഗ് സച്ച് സ്റ്റീരിയോടൈപ്സ് അബൌട്ട് us or about our community? Why are you perpetuating this? Man, it's absolute truth. What do you mean by stereotyping? We are not stereotyping anybody, dude. We are just speaking the truth. അത് നിങ്ങൾക്ക് accept ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. ആക്ച്വലി ഫർഹാന പറഞ്ഞല്ലോ എന്തിനാണ് മുസ്ലിം സ്ത്രീകളുടെ മൊത്തം അവകാശം ഏറ്റെടുക്കുന്നതെന്ന്. ഫർഹാന എന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഫർഹാനയുടെ കാര്യമല്ല സംസാരിക്കുന്നത് എന്ന് കണ്ടാൽ മതി. മാത്രമല്ല നിങ്ങൾ പറഞ്ഞു ഡെയിലി യു ആർ forced to answer such questions എന്ന്. ഡെയിലി വി ആർ ഓൾസോ ഫോഴ്സ്ഡ് ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ്. സ്വതന്ത്ര ചിന്തയിലെ സ്ത്രീ, സ്വതന്ത്ര ചിന്തയിലെ സ്ത്രീകളുടെ ഇടം, സ്വതന്ത്ര ചിന്തയിലെ സ്ത്രീകളുടെ സെക്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ ചർച്ചയിലെ വിഷയം വരുന്നത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങളുടെ വിഷയങ്ങൾ വരുന്നത്. ഓക്കെ, ആശയപരമായിട്ടുള്ള ഡിസ്കഷൻ ആണ്. വി ആർ ക്വസ്റ്റനിങ് വാട്ട് Yes, can I see framework of agency? What is the framework of agency, or what is the framework of what is the framework of? ഇവിടെ ആരും what's your name? I don't know. KF. നിങ്ങൾ പറയുന്നു നമ്മൾ വെറുതെ സ്റ്റീരിയോടൈപ്പ് അല്ല. ഇറ്റ്സ് എ സ്റ്റീരിയോടൈപ്പ്. ഒരു പർദ്ദയിട്ട സ്ത്രീ അടിച്ചമർത്തപ്പെട്ടു എന്നിവിടെ നിങ്ങൾ പല പ്രാവശ്യം ഇവിടെ പറയണ്ടായി. ഹൗ കൻ യു സേ ദാറ്റ് ഓൾ വിമൻ ഹു ഡോൺ അബായ are oppressed? How can you say that? That itself is a kind of, you are assuming that you can kind of impart sort of എന്താ, ഇങ്ങനെ വസ്ത്രം ധരിച്ചാലേ ഒരാൾ ലിബറേഷൻ കിട്ടൂ, ഇങ്ങനെ മുടി കളർ ചെയ്താലേ ഒരാൾ. ഇതൊക്കെ ഫെമിനിസത്തിന്റെ ഉള്ളിൽ തന്നെ കുറെ പണ്ട് തന്നെ ക്രിട്ടിസൈസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. യൂണിവേഴ്സൽ വുമൻ, ഒരു ലിബറേറ്റഡ് കുറെ നാളായി. We have been through all this. We have please leave the religion. Actually, I want to talk about women. Women's right. വുമൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആരവിടെ തീരുമാനിക്കുന്നത്? And why are Muslim women forced to answer every time? No, not like that. Please, ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇത് ഇവിടെ വിമനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഓൺലി വിമന്റെ റൈറ്റ് അത് കൊടുക്കേണ്ടതല്ല, ഡിസേർവിംഗ് റൈറ്റ് ആണ്. ടൈറ്റിൽ ഒന്ന് നോക്കൂ അനുപമ, ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഹിന്ദുവിനെ പറ്റി പറഞ്ഞു, ക്രിസ്ത്യനെ പറ്റി, എല്ലാ റിലീജിയനെ പറ്റിയും എന്താ പറയാ, വിമന് എതിരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. ഓക്കെ മാം. ആൻഡ് വൺ മോർ തിങ് അനുപമ, എനിക്ക് ഒരു മിനിറ്റ് തരണം. എന്തുകൊണ്ടാണ് ഫർഹാന എന്റെ സൗണ്ട് കേൾക്കാൻ തയ്യാറല്ലാത്തതെന്ന് എനിക്ക് അറിയണം. because of your religion. കാരണം ഞാൻ പറയാം ആശ, നിക്ക് ഫർഹാന പറയല്ലേ. അതിന്റെ കാരണം ഞാൻ
ഫർഹാന ആൻസറബിൾ ആണ്. ആൻസർ ചെയ്തിട്ട് ഞാൻ ആൻസർ ചെയ്യാം. എനിക്കിപ്പോ ഒരു ധൃതിയില്ല. ഞാനൊരു ഒരേ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് ഐ വോണ്ട് ടു ലീവ്സ് ഓൺലി ഐ വിൽ സേ വൺ തിങ് ആൻഡ് ഗോ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റൈറ്റ്സ് വാട്ട് വി ആർ ഡിസേർവിങ്. അതൊരു പെടേണ്ട കാര്യമല്ല. വി ഡോണ്ട് വാണ്ട് ടു ഗിവ് സംതിങ്. റൈറ്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യമല്ല, അത് വേണ്ട. അത് ഓരോരു വ്യക്തിക്ക്, ഓരോരു വിമണിന് മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സ്, മെൻ എല്ലാവർക്കും വേണ്ട ഒരു പൊതുവായ ഒരു കാര്യമാണ്. അത് കൊടുക്കപ്പെടേണ്ട കാര്യമല്ല. ഫർഹാനോട് ഞങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല ഇവിടെ സംസാരിച്ചത്, ഇവിടെ ഹിന്ദുക്കളെ അല്ല വഫ ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഒന്നാമത് ഈ മുസ്ലിമും ഇസ്ലാമിസ്റ്റും സെയിം അല്ല. ഓക്കെ വഫ നിഷാദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ ടൈറ്റിലാണ്, അതല്ലാതെ ഞങ്ങൾ പറഞ്ഞതല്ല. അവര് പറഞ്ഞ സെയിം വാചകം എടുത്തിട്ട് ടൈറ്റിൽ ഇട്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഒരു ഇസ്ലാമിസ്റ്റുകളാണോന്ന് അറിയില്ല, ഒരു ചർച്ച നടന്നപ്പോ 2 പേരുടെ പേര് അവിടെ കറക്റ്റ് വെച്ചിട്ട് ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് പരദൂഷണം പറയാൻ പാടില്ല. എന്നിട്ട് ഈ 2 ആളുകളുടെ പേര് കറക്റ്റ് ടൈറ്റിൽ വെച്ചിട്ട് അവരെ കുറിച്ച് മോശമായി സംസാരിച്ച് ഞാൻ കേട്ടതാണ്. ഒറ്റ മിനിറ്റടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഫർഹാന, എന്റെ പേര് മാത്രം നോക്കി വെച്ചുകൊണ്ട് ആശ സൂസൻ എന്ന് പറയുന്ന ആളോട് എനിക്ക് സംസാരിക്കാനില്ല എന്ന് ഫർഹാന പറഞ്ഞതിന്റെ അർത്ഥം എനിക്കൊന്ന് മനസ്സിലാക്കി തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഞാൻ ഇവിടെ കയറിയപ്പോൾ ഇവിടെ പലരും പറയുന്നത് മുസ്ലിം ഫാമിലീസിൽ ഞങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് കാരണം, ഇപ്പം ആയിഷ മഹ്മൂദ് ഒക്കെ അവരൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് കാരണമാണ്. ദാറ്റ്സ് വൈ വി ആർ സ്പീക്കിംഗ് ഔട്ട് അഗേൻസ്റ്റ് ദീസ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് മുസ്ലിം വിമൻ എക്സ്പീരിയൻസിന്റെ ഒരു റെൽമിൽ ഒരു ടോപ്പിക് ഇവിടെ വെക്കുന്നു. സോ വൈ ഷുഡ് ഐ ബി ആൻസറബിൾ ടു സമൺ ഹു ഹാസ് നോട്ട് ആക്സസ്ഡ് the realm of Muslim women experience? It's a very genuine question. That's why okay, ഫർഹാന കേൾക്കൂ. ഫർഹാന ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടുകൊണ്ട് ഇവിടെ കയറുന്നു. ഗ്രൂപ്പിന്റെ തലക്കെട്ട് ഇന്നതാണ്. ഓക്കെ, ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ ഒന്നും ഫർഹാനയ്ക്ക് അറിയില്ല. ഉടനെ ഫർഹാന പറയേണ്ടത് എന്റെ പേര് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരാൾ എന്നോട് സംസാരിക്കണ്ട എന്നാണോ ഫർഹാന പറയേണ്ടത്? ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ യു എന്നുള്ളതാണ്. മുസ്ലിം വിമൻ പ്രശ്നങ്ങള്, മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങള് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് നേരിട്ട് അനുഭവിച്ച ആൾക്കാർ പറഞ്ഞാൽ എന്നാലും മനസ്സിലാക്കാം. ഈ ടൈറ്റിൽ എന്തിനാണ് ഇട്ടത് എന്ന് ഇവിടെ ടൈറ്റിലിന്റെ മാനേഴ്സും നിങ്ങൾ നടത്തുന്ന പൊളിറ്റിക്സിന്റെ മാനേഴ്സും ഒക്കെയാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ എന്ന് എന്തുകൊണ്ടാണ്? അല്ല, ഇരിക്കട്ടെ ജസ്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ അതിന്റെ എന്തുകൊണ്ടാണ് ഈ തലക്കെട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇട്ടത് ഞാനായതുകൊണ്ട് ഞാനതിന് മറുപടി പറയാ തുടങ്ങുമ്പോഴത്തേക്കും പറയാണ് ആശാ സൂസൻ എനിക്ക് താങ്കളോട് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അല്ല ആശേച്ചി, പേര് ഇവിടെ വന്ന് ഇത്ര നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരാളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് യു ഡോണ്ട് ഹാവ് ടു ബി ട്രിഗേർഡ്. ആശ, കം ഓൺ. ക്ലബ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലേ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ട്രിഗറിന്റെ പുറത്താണ് ഞാനും അത് ചോദിച്ചത്. ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ എന്ന് പറയുന്നത്. ഈ ട്രിഗർ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ പറയുന്ന കേട്ട വിചാരിക്കും നമുക്ക് ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾക്കൊന്നും. ഞാൻ പറയട്ടെ, ഈ ക്ലബ് ഹൗസ് സ്റ്റാർട്ട് ചെയ്ത മുതല് മുസ്ലിം സ്ത്രീ എന്നത് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട്, അതൊരു ക്യാമ്പയിൻ ആയിട്ട് മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, മുസ്ലിം മെൻ ആസ് വില്ലൻസ്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ യു പീപ്പിൾ കാൺ സീ ദാറ്റ്. ഫർഹാന ഇങ്ങനെ ഒഫെൻസീവ് ആവാൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ആൻഡ് ഓൾ ദീസ് പീപ്പിളുടെ പ്രൊപ്പഗാൻഡയുടെ പാർട്ടായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ഈ മതത്തിലെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെതിരെ ഇവരെല്ലാ ഗ്രൂപ്പിലും നടന്നു പറയും. അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ട്. വി ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വൈ യു ഗൈസ് ഡു ദാറ്റ്. ഇപ്പൊ ഫർഹാന എന്നോട് കാണിച്ച ഈ മര്യാദയിൽ നിന്ന് ഞാൻ എന്താണ് അർത്ഥാക്കേണ്ടതും ഇസ്ലാം കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ജനതയെ കുറിച്ചിട്ട് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫർഹാന എന്ന് പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ ആശയോട് ഞാൻ സംസാരിച്ചത് മേ ബി ഇറ്റ് വാസ് എ ബിറ്റ് ഹാഷ്, ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷെ അത് വന്നൊരു കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഈ ഒരു വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിന് നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയിരുന്നത്. ഐ എം സോറി ഫോർ ദാറ്റ്. യു ക്യാൻ ആസ്ക്. പക്ഷെ ആ ഒരു ആസ്കിങ് എന്നുള്ളത് പൊളിറ്റിക്കൽ അല്ല. ആ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിന് വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇമോഷണലി ഔട്ട് ബേസ്റ്റ് ആയത്. ആൻഡ് ഇഫ് ഇറ്റ് ഹേർട്ട് യു
ഫർഹാന ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞങ്ങളോടായിരുന്നില്ല ആക്ച്വലി. അപ്പറേ വിവാഹത്തിന് മുൻപുള്ള സെക്സിനെ കുറിച്ച് യാതൊരു തരത്തിലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലല്ലാത്ത ചർച്ചകളിൽ പോലും അവിടെ കയറി വന്നിട്ട് സ്ത്രീകളുടെ വെർജിനിറ്റി എന്ന് പറയുന്നത് സീല് പൊട്ടിയ കുപ്പി പോലെയാണ് എന്ന് പറയുന്ന, ഞങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറയുന്ന ആ മനുഷ്യനോട് വേണമായിരുന്നു ഫർഹാൻ ഇതൊക്കെയും പറയാൻ. ഒരു എൻറ്റയർലി സ്ത്രീ സമൂഹത്തെ മുഴുവനും സീല് പൊട്ടിയ കുപ്പി എന്ന് പറയാൻ അയാൾക്ക് എന്താണ് റൈറ്റ്സ് ഉള്ളത്? അതിനെയാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നോട് ആശ പറഞ്ഞ കാര്യം അഡ്രസ് ചെയ്യാൻ സമ്മതിക്കാതെ this won't be democratic enough. Okay, ആശ സി, അതായത് നിങ്ങൾ മാത്രമാണല്ലോ സംസാരിക്കുന്നത്. അല്ല, എന്നോട് മാത്രം അതെ, ഫർഹാനയല്ലേ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പൊ ഓൾമോസ്റ്റ് 1 hour നമ്മൾ തന്നു. എന്നിട്ട് ഡോണ്ട് ടോക്ക് അബൌട്ട് ഡെമോക്രസി പ്ലീസ്. പലതവണ ഇവരുടെ ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആളുകളാണ് നമ്മള്. ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ അനുവദിക്കില്ല. നമ്മൾ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് പറയുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മ്യൂട്ട് ചെയ്യാൻ താഴേക്ക് തന്നെ വലിയ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആക്ച്വലി ഞാൻ ട്രാവലിംഗിലാണ്. ഐ എം സോ സോറി. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഫർഹാന, ഞാൻ പറഞ്ഞല്ലോ, ഞാനും കഫീലയും ഷഹീബയും ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കടന്ന് ഇതിനെ ഒന്നടങ്കം അബാൻഡൻ ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷനും ഇവിടുത്തെ എക്സ് മുസ്ലിംസിനും അങ്ങനെ ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അനുഭവിച്ച ഇതുപോലെ ജനറൽ ആയിട്ടുള്ള ആളുകൾ അനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് അഡ്രസ്സ് ചെയ്യുക. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്കോളേഴ്സ് ആയാലും അതിന്റെ ഉള്ളിൽ നിന്നിട്ട് വിമണിനെ കൺഫൈൻ ചെയ്യുന്ന ആളുകളെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും ഒരു സിറ്റുവേഷനും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഇക്വാലിറ്റിയും തരണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. അത് ഞങ്ങൾ തുറന്നു പറയുന്നതും ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈ അതിഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഉസ്താക്കന്മാരുടെ അടുത്തു നിന്നാണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നത് കളിയാക്കലുകളും നീ ഫ്രീ തിങ്കർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസും ഒരിക്കലും ഒരു ഉസ്താദിന്റെ വായിന്നും കേൾക്കാൻ പറ്റാത്ത. Don't forget Instagram messages and personal attacks and abuses and everything and Palli committee and all those things. But see, how do you assume that ഫർഹാന ഒന്ന് ക്ഷമയോട് കൂടി ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക. കാരണം ലിസണേഴ്സിന് ഒരു ഫീൽ അല്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്നാ വിചാരിച്ചത്. അതുകൊണ്ടാണ് റെസ്പോണ്ട്. I'm sorry. Okay, Wafa can complete. വഫ ഒരു സെക്കൻഡ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞങ്ങള് മോഡറേറ്റേഴ്സിന്റെ ഒരു അട്രോസിറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഞങ്ങള് സ്പേസ് തരുന്നില്ല എന്നാ പറയുന്നത്. ഫർഹാന, ഞങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് ആരും മൂടി പോകാൻ നിൽക്കുന്ന ആളുകളല്ല. എല്ലാരും ഫർഹാന സൗണ്ട് കുറച്ച് കുറവാണ്. എനിക്ക് മാത്രമാണോ അറിയില്ല. എല്ലാരും ഞങ്ങൾ എല്ലാരും ഫർഹാന പറയുന്നത് കേൾക്കും. സോ ഫർഹാന ട്രിഗേർഡ്. ഷഹീബിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഷെയ്ബ കുട്ട, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഞങ്ങൾ ആരും ഫർഹാനിന്റെ അടുത്തും ട്രിഗേർഡ് അല്ല. ഞങ്ങൾ എല്ലാവരും ഫർഹാന സംസാരിക്കുന്നത് ക്ഷമയോടെ കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഫർഹാന കുറച്ച് കാമായിട്ട് ക്വയറ്റ് ആയിട്ട് നിൽക്കുക. ഓരോരുത്തരായിട്ട് സംസാരിക്കും. പിന്നെ ഇവിടെ നേരത്തെ പാച്ചു സംസാരിച്ചതിലാണ് ഫർഹാന ട്രിഗേർഡ് ആയതെന്ന് തോന്നുന്നു. ആ കുട്ടി സംസാരിച്ചത് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ്. ഐഷയുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഷി ഹാസ് ഗോൺ ത്രൂ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഫർഹാനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും സ്വന്തം എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഓരോ ആളുകളും സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണം എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ ശരിക്കും പ്രാക്ടീസിങ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്നെ ആരും ട്രിഗർ ചെയ്യുന്നില്ല, എന്നെ ആരും ജഡ്ജ്മെന്റൽ ആയിട്ട് നോക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വസ്ത്രധാരണം നടത്തുന്നു. ഞാൻ എന്റെ വിശ്വാസത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുന്നു. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഇതുവരെ ഇത്തരത്തിലുള്ള കമന്റ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസോ നേരിടേണ്ടി വന്നിട്ടില്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അത് ഇവിടെ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ അറബ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്. അവിടെയുള്ള അറബ് സ്ത്രീകൾ പറയുന്നത്, ആദ്യം അവര് നമ്മുടെ ഒരു പുതിയതായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ കുശലം ചോദിക്കുന്ന സമയത്ത് അവര് വളരെ കാഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർ യു ഹിജാബി ഓർ നോൺ ഹിജാബി എന്ന് ചോദിക്കും. അതായത് ഹിജാബി ആയിട്ടും നോൺ ഹിജാബി
കേൾക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം അറബ് കമ്മ്യൂണിറ്റിയിൽ വരെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ ഒരു കേരള കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്. ഞാനൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരിടത്ത് നിന്നുള്ള ഒരാളായത് കാരണം എനിക്ക് ഇതുവരെ അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കിത് ഫേസ് ചെയ്യേണ്ടി വരാതിരുന്നത്. പക്ഷെ അത് ഫേസ് ചെയ്യുന്ന ആളുകൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫർഹാന ട്രിഗേർഡ് ആവേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാവർക്കും പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് സംസാരിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ആ കുട്ടിയുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ആ കുട്ടി സംസാരിച്ചു, അതിൽ ഫർഹാന ട്രിഗേർഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യം അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ടൈറ്റിന്റെ കാര്യം ആശ വളരെ കൃത്യമായിട്ട് തന്നെ ഫർഹാനക്ക് എക്സ്പ്ലെയിൻ ചെയ്തും തന്നിട്ടുണ്ട്. ഇനി ഫർഹാന സംസാരിക്കേണ്ടത് നമ്മൾ വിമൻ റിഫർമേഷന് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കുന്നതിനെ കുറിച്ച്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഫർഹാനക്ക് ഉണ്ടാവുന്ന എതിർപ്പുകളെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാം പ്ലീസ്. അല്ല, ടൈറ്റിലിനെ ബേസ് ചെയ്ത് മാത്രം ഫർഹാന സംസാരിച്ചാൽ മതിയായിരിക്കും. About this topic of discussion. ാണ് ആളുകൾ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. അതെ, ഞങ്ങൾ ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇസ്ലാമോഫോബിയ പരത്തുന്ന ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് വന്നിട്ട് ആതിരയുടെ മതത്തിലുള്ള, അതായത് ഒരു ഹിന്ദു മതത്തിലുള്ള അനാചാരങ്ങളും കാര്യങ്ങളും വളരെ കൃത്യമായി സംസാരിച്ചു. ആശ ചേച്ചിന്റെ മതത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ വിമൺ എന്നുള്ള ഒരൊറ്റ കാറ്റഗറി എടുത്തിട്ടാണ് നമ്മൾ സംസാരിച്ചത്, ഒരു ജെൻഡർ എടുത്തിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്, നിങ്ങൾ ഇവരെ പറ്റി സംസാരിച്ചു, എന്താണ് ഈ ടൈറ്റിലിന്റെ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മറുപടി പറയാൻ പറ്റും. അപ്പൊ ഇത് സംഭവം വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറ്റം പറയല്ല. ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവർ ട്രിഗേർഡ് ആവും. കാരണം അയ്യോ ഞങ്ങളുടെ മതത്തിനെ കുറിച്ചാണ് ഇവർ ഇസ്ലാമോഫോബിയ പരത്തുന്നത്, ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ള ഒരു പേടി ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് മൊത്തം വിമൺ പറഞ്ഞൊരു ജെൻഡറിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഞാനും ഷഹീബയും കഫീലും ഒക്കെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പ്രാക്ടീസിങ് മുസ്ലിംസ് തന്നെയാണ്. ഞാനൊക്കെ പ്രാക്ടീസിങ് മുസ്ലിംസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, വിമണും മെന്നും എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരേ റൈറ്റ്സ് കൊടുത്തിട്ടല്ല. എത്രയൊക്കെ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. ഖുറാനും ഹദീസും സ്വഹിയായ ബുഖാരി ഹദീസുകൾ എടുത്ത് നോക്കിയാൽ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ആണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് എത്ര ജസ്റ്റിഫൈ ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഓരോ ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് നമ്മൾ എടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്, അല്ലാതെ ഇസ്ലാം. വഫ, ഐഡ് ലൈക്ക് ടു ആഡ് സംതിങ്. അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് അതായത് ഹിന്ദുയിസത്തിനെ ക്രിറ്റിസൈസ് ചെയ്തു, ജുഡൈസത്തിനെ ക്രിറ്റിസൈസ് ചെയ്തു, ബുദ്ധിസത്തിനെ ക്രിറ്റിസൈസ് ചെയ്തു, ക്രിസ്ത്യാനിറ്റിനെ ക്രിറ്റിസൈസ് ചെയ്തു. പക്ഷെ അതിൽ ഒരു വുമനും ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാവരെയും ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ മുസ്ലിം വിമൻ ഹാൻഡ് റൈസ് ചെയ്ത് വരുമ്പോൾ മാത്രം they attack on people, they pick on people, they attack people, they say a lot of things which are not like very respectable. അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ സംസാരം തന്നെ തുടങ്ങുന്നത്. അപ്പോ ടു എൻ എക്സ്റ്റെന്റ് ഞങ്ങളല്ല ഇസ്ലാമോഫോബിയ നടത്തുന്നത്. ഇവിടെ ഓഡിയൻസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, ഇപ്പൊ ഈ പാനലിലുള്ള ആൾക്കാർക്ക് തന്നെ they are feeling bad. അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ ദ വേ യു ടോക്ക് ആൻഡ് സ്റ്റഫ് നിങ്ങൾ തന്നെ വാച്ച് ഔട്ട് ചെയ്താൽ യു ക്യാൻ കൺട്രോൾ ഇറ്റ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരുപാട് കുറ്റം പറയുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ നൈസായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ വുഡ് ഫേവർ യു, റൈറ്റ്? പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം പിക്ക് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ട്രിഗേർഡ് ആയിട്ട് എല്ലാവരെയും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് യു. നിങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളുടെ ബിഹേവിയർ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ആഡ് ചെയ്യട്ടെ ഫർഹാന, ഞാനൊരു കാര്യം ആഡ് ചെയ്യട്ടെ. 3 പേര് സംസാരിച്ചില്ല, ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. ഇതിപ്പോ ഫർഹാന ഇവിടെ നമ്മളുടെ ലിസണേഴ്സ് പാനലിൽ ഇരിക്കുന്ന ആളെ ഫർഹാനിനെ ഞാനാണ് ഇൻവൈറ്റ് ചെയ്ത് സ്പീക്കേഴ്സ് പാനലിലേക്ക് കൊണ്ടുവന്നത്. അത് ഫർഹാനയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് വേറൊരു മെസ്സേജ് വന്നതിനടുത്ത് എന്തുകൊണ്ട് ഫർഹാനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, അല്ല ഫർഹാനെ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് എന്റെ അടുത്ത് മെസ്സേജ് വന്നത്. അതിന്റെ അർത്ഥം ഫർഹാൻ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്ത് ഞങ്ങൾ ഫർഹാനെ അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ് പുറത്തേക്ക് പോയത്. അപ്പൊ ഇനി അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമേജ് പുറത്തുണ്ടാവേണ്ട. ഞങ്ങൾ എല്ലാവരും ഓക്കെ ഷൈബ, ഓക്കെ താങ്ക് യു. ഞാൻ റെസ്പോണ്ട് ചെയ്തോട്ടെ. ഞാൻ ഹാൻഡ് റൈസ് 4 പേര് സംസാരിച്ചു, ഞാൻ റെസ്പോണ്ട് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളിങ്ങനെ മ്യൂട്ട് ചെയ്യാതെ ഞാൻ റെസ്പോണ്ട് ചെയ്തോട്ടെ മക്കളെ. 4 പേര് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചോട്ടെ.
ആരും മ്യൂട്ട് ചെയ്തില്ലല്ലോ. ഫർഹാന സംസാരിക്കൂ, ഞങ്ങൾക്ക് ആർക്കും എവിടെയും പോവാനില്ല. ഞാൻ മ്യൂട്ട് ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ മ്യൂട്ട് ഒട്ടും യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് എന്താന്ന് വിചാരിച്ചാൽ ഒരാളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും നേരമായിട്ട് ആർക്കും ഒരു പോയിന്റ് പുട്ട് അക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഷീ ഗെറ്റ്സ് ട്രിഗേർഡ് പ്രിറ്റി ഫാസ്റ്റ് ആൻഡ് എല്ലാവരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോ 3 പേർക്ക് സംസാരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കഫീല, ഞാനും കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഫർഹാനയ്ക്ക് അവസരം കൊടുക്കാമോ? അല്ല, ഞാൻ ഒരു കാര്യം. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫർസാന പറഞ്ഞു. ഇത് കുറെ എനിക്ക് ഇങ്ങനെ മെമ്മറിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാം കൂടി ഇല്ല, എല്ലാവരും ഒരു കാര്യം തന്നെയാണ് ഫർഹാന പറയുന്നത്. സോ യു ഡോണ്ട് റിയലി ഹാവ് ടു. എനിക്ക് കാര്യം മനസ്സിലായി. എല്ലാവരും ഒരേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നാൽ അത് ഫിനിഷ് ആവണം. ഓക്കെ, പ്ലീസ് ഫർഹാന, കംപ്ലീറ്റ് ചെയ്തിട്ട് ഫർഹാന ടേക്ക് യുവർ ടൈം. ഓക്കെ. ആദ്യം തന്നെ ആശ ചേച്ചിയുടെ മാറ്റർ പറയാം. ആദ്യം തന്നെ ഫർഹാന പറഞ്ഞ ഒരു ഡിഫെൻസീവ് സൈഡാണ് എടുത്തത്. അതായത് ഒരു മുസ്ലിം ജീനോസൈഡ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമോഫോബിക് ആവുന്നു എന്ന് ആദ്യമേ പ്രിഫൈസ് ഇട്ടിട്ടാണ് ഫർഹാന സംസാരിക്കാൻ കയറി വരുന്നത്. എന്നിട്ട് ഫർഹാന ആശ ചേച്ചിയുടെ പേരിലുള്ള മതത്തിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ കാരണം കൊണ്ടിട്ട് ആശ ചേച്ചിയോട് മോശമായിട്ട് അല്ലെങ്കിൽ ആശ ചേച്ചിയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് വളരെ വിഷമായെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് യു സെഡ് സോറി. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള റിലീജിയനിലുള്ള ആൾക്കാരെ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല? ക്ലബ് ഹൗസ് എടുത്താല് സ്ത്രീകളെ കുറിച്ച്, ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ച് മാത്രം പറയുന്നു എന്ന് പറയുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ബാക്കി എല്ലാ റിലീജിയനിലെയും ആളുകള് ഇങ്ങനെ വന്ന് പച്ചയ്ക്ക് പറയത്തില്ല. അവർക്ക് ആശ ചേച്ചി നേരത്തെ പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയൂ. അതേ ആ ബോധമുണ്ട് ബാക്കിയുള്ള റിലീജിയനുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ പൊതുബോധം ഇതിനെ നെഗറ്റീവായിട്ട് കാണും എന്നൊരു ബോധം ആ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾക്കോ അവരുടെ പ്രീസ്റ്റുകൾക്കോ ഉണ്ട്. അത് ഇസ്ലാമിലുള്ള ആൾക്കാർക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫർസാന മ്യൂട്ടായല്ലോ. സോറി, എനിക്കറിയില്ല എന്തോ സംഭവിച്ചു. ഇസ്ലാമില് ഫസഖ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ട്രിപ്പിൾ തലാഖിനെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല. ഫസഖ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാര് റൈറ്റ് അല്ല എന്ന് തോന്നിയാൽ അവരെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഫസഖ്. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടമോ സ്ത്രീകൾ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ആ അവകാശം ഇസ്ലാം എന്ന് എടുത്തു കളഞ്ഞു. ഐ ഡോണ്ട് നോ വെദർ എനി മുസ്ലിം വിമൻ ഡസ് ദാറ്റ് നൗഡേയ്സ്. അത് ചെയ്യുന്നില്ല. അപ്പോ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന ഉള്ള അധികാരം കൂടി പല കാലഘട്ടങ്ങളിലായിട്ട് ഇസ്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത ആൾക്കാരും ഇസ്ലാം പ്രൊഫസ് ചെയ്ത ആൾക്കാരും എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പർദ്ദയുടെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും ഈ നേരത്തെ ആരോ ദീപ ചേച്ചിക്ക് ക്രിസ്ത്യാനിറ്റിയെ വല്ലാണ്ട് എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അത്രയും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ് ദീപ ചേച്ചി. ദീപ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാളും ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ട് ഇവിടെ നിങ്ങളെല്ലാവരും ക്രിസ്ത്യൻ ഫോബിക് ആണ് എന്നൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാവും കുറെയൊക്കെ ആ മതത്തിലെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഉള്ള സെമിറ്റിക് റിലീജിയനിൽ ഇത്തിരിയെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ദീപ ചേച്ചി, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ക്ലാരിഫൈ മീ. അതായത് ബൈബിളിൽ പറയുന്നുണ്ട് തല മറയ്ക്കാത്ത സ്ത്രീകളുടെ നടുക്ക് ആണി അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അവരെ നരകത്തിലിട്ട് കത്തിക്കരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആരും ഒരു ദീപ ചേച്ചിക്ക് ആരും നീ എന്താ തലയിൽ തുണി ഇടാത്തത് എന്ന് ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കുന്നില്ല. ബിക്കോസ് അവർ അത്രയും അഡ്വാൻസ്ഡ് ആയി. അല്ലെങ്കിൽ ആ റിലീജിയൻ ഒരു പണ്ടത്തെ കാലഘട്ടത്തിനായിരുന്നു, പുതിയ കാലഘട്ടങ്ങൾക്ക് അത് കൺഡ്യൂസീവ് അല്ല എന്ന് മനസ്സിലാക്കി അത് തിരുത്താനായിട്ട് ആ മതവിശ്വാസികൾക്ക് കഴിഞ്ഞു. ഇസ്ലാമിൽ അത് കഴിഞ്ഞിട്ടില്ല. ഈ കാരണങ്ങളും കൂടി കൊണ്ടാണ് ഇസ്ലാം ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ പേര് ആദ്യം കിടക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഫർഹാന ട്രിപ്പിൾ തലാഖിന്റെ പറഞ്ഞല്ലോ, അതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ വേറെ. ഞാൻ ഇതിൽ സർവേ എടുത്തിട്ടുള്ള ആളാണ്. അപ്പം യുപിയിലും ഡൽഹിയിലും ഒക്കെ ഇതുപോലെ ഒറ്റയടിക്ക് ട്രിപ്പിൾ തലാഖ് നടത്തിയിട്ട് കുടുംബത്തിനെ പട്ടിണിയാക്കി പോയിട്ട് 100ഓളം കേസുകൾ അവിടെ ഉണ്ടായിരുന്നു മുസ്ലിം കുടുംബത്തിൽ നിന്നും. അത് ഒരു വലിയ ടീം അതിനെക്കുറിച്ച് സർവേ നടത്തി അന്വേഷിച്ചതിന് ശേഷമാണ് ട്രിപ്പിൾ തലാഖ് പോലെയുള്ള ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ബാൻ ചെയ്യണം എന്നുള്ളൊരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ അല്ല, വേറെ രീതിയിൽ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് മെൻഷൻ ചെയ്തത് തെറ്റായിരുന്നു. ഐ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫർഹാന, യു ക്യാൻ ആൻസർ നൗ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കൂടി ഒരുമിച്ച് കിട്ടിയിട്ട്. ഇല്ല, ഞാനും ഉണ്ട് ഫർഹാന. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം ആണ്.
ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാനൊരു ലെഫ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ ട്രിപ്പിൾ തലാഖിന് നിയമവിരുദ്ധമാക്കുന്നതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആസ് എ പ്രാക്ടീസിങ് മുസ്ലിം എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ട്രിപ്പിൾ തലാഖിന് അഗേൻസ്റ്റും ആണ്. ഒരു കാര്യം എനിക്കും കൂടെ പറയാനുണ്ടായിരുന്നു ഫർഹാന, അതോടെ ചേർത്തിട്ട് പറയാം. ഐ തിങ്ക് രണ്ട് ഇതിലും എഗെയിൻസ്റ്റ് തന്നെയാണ് പറഞ്ഞത്. അല്ല, ആക്ച്വലി ഇല്ല, പൊളിറ്റിക്കലി ഐ മീൻ അത് സംഘപരിവാർ ട്രിപ്പിൾ തലാഖിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിധി കൊണ്ടുവരുന്ന സമയത്ത് ആസ് എ മുസ്ലിം അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് ഞാൻ സംസാരിച്ചത്. അതായത് ആ വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ആ നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പക്ഷെ ട്രിപ്പിൾ തലാഖ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ആസ് എ മുസ്ലിം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, എന്റെ കുറെ അറബ് ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. അവരൊക്കെ പറയുന്നത് അത് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഞാനത് ഇസ്ലാമിക്കലി ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. പക്ഷെ അത് നിയമവിരുദ്ധമായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന സമയത്തും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ നിയമത്തിനും എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞത്. അതായത് BJP അജണ്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഞാൻ ഇസ്ലാമോഫോബിക് അല്ലാന്ന് ഫർഹാനയ്ക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തതാണ്. ഒരു കാര്യം ഞാനും കൂടെ കൂട്ടിച്ചേർക്കട്ടെ, ഒറ്റ കാര്യം. പെട്ടെന്ന് പറയൂ, ഫർഹാനക്ക് എല്ലാം കൂടി ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നടപടികളുമായിട്ട് നീങ്ങുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു ചെറു ന്യൂനപക്ഷമാണ് ഇസ്ലാമിസ്റ്റുകൾ. അതും ഒരു പൊളിറ്റിക്സ് ആണ്. ഇവിടെ ഹിന്ദുത്വ പൊളിറ്റിക്സിന് എതിർ പൊളിറ്റിക്സ് ആണ് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സും. എന്നിട്ട് ആ ഇസ്ലാമിസ്റ്റ് നമ്മുടെ ഹെഡിങ് തന്നെ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ്. ഇസ്ലാമിസ്റ്റുകളെ പറഞ്ഞതിന്, ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ള തലക്കെട്ടിട്ടതിന് എന്തിനാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത്രമാത്രം ഹർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇസ്ലാമിസ്റ്റുകളെയാണ് പറഞ്ഞത്, ഇസ്ലാമിസ്റ്റുകൾ. അതൊരു പൊളിറ്റിക്സ് ആണ്, അത് ഒരു തീവ്രവാദ പൊളിറ്റിക്സ് തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നത് അവരെ തന്നെയാണ്. അപ്പൊ അവരെ ആ ഒരു തലക്കെട്ടിട്ടതിന് ഒരു മുസ്ലിം സ്ത്രീക്ക്, അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, ഇത്രയും ഹർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഇസ്ലാമിസ്റ്റും നോട്ട് റിയലി ദ സെയിം തിങ്. ഇസ്ലാമിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്ട്രീം പൊളിറ്റിക്കൽ വിങ് തന്നെയാണ്. സോ ഫർഹാന, പ്ലീസ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഒരുമിച്ച് എടുക്കാം, എന്തായാലും കുറെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ ഇസ്ലാമോഫോബിയ പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കുകയാണ്. മദ്രസകളില് മുസ്ലിം മതം ഉപേക്ഷിച്ചവരെ കൊല്ലണം എന്ന് ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും മതത്തില് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? മതപഠനത്തില് ഇന്ന മതം ഉപേക്ഷിച്ച ആളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ? അപ്പൊ ശരിക്കും ആരാണ് ഇസ്ലാമോഫോബിയ പരത്തുന്നത്? ഓക്കെ, ഇനി ആൻസർ ചെയ്തോളൂ എല്ലാവരും. പ്ലീസ് റെസ്ട്രെയിൻ ഫോർ നൗ. ഫർഹാന ആൻസർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങിയ രീതി വളരെ സൗമ്യമായിട്ടായിരുന്നു. പിന്നെ അത് ട്രിഗർ എന്നൊക്കെ നിങ്ങളിങ്ങനെ എന്നെ ഭയങ്കര ഒരു അസഹിഷ്ണുതയായിട്ട് ചിത്രീകരിക്കാൻ എന്താണെന്നറിയില്ല. അത് ചില ആൾക്കാർ പറഞ്ഞ പരാമർശങ്ങളോടാണ്. അതായത് നിങ്ങൾ ടോളറന്റ് അല്ല, നിങ്ങൾ കൺസർവേറ്റീവ് ആണ്, ഓർത്തഡോക്സ് ആണ്, അഭിപ്രായങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ വരുന്ന ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്സ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊന്ന് കൺട്രോൾ പോകും. അതിന്റെ പുറത്ത് അതിപ്പം നമ്മളിപ്പോ ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററിയിലൊക്കെ ബ്ലാക്ക് സ്ത്രീകളോട് പറയുന്നേക്കാം, നിങ്ങൾ നിങ്ങളെ ദേഷ്യം ഒന്ന് കുറയ്ക്കുക, ഒന്ന് കാം ഡൗൺ, അല്ലെങ്കിൽ കശ്മീരികളോട് പറയുന്നേക്കാം, നിങ്ങൾ ഇതിന് പ്ലീസ് ഡോണ്ട് ഇന്റർജെക്ട്. ഓക്കെ, എനിക്കിങ്ങനെ എന്നെ മാത്രം അല്ല, എനിക്ക് എന്നെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ ഞാൻ ഇൻഡിവിജ്വലിസ്റ്റ് അല്ല. എനിക്ക് ഞാൻ പല സമൂഹത്തിന്റെയും പല കൾച്ചേഴ്സിന്റെയും ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് എന്റെ ഒരു സോഷ്യൽ, എന്റെ ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് അത് ഇൻഫോംഡ് ആയിരിക്കും. സോ ആ ഒരു റേജിനെ കൺട്രോൾ ചെയ്യുക, അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നി. കാം ഡൗൺ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നിങ്ങൾ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് എന്റെ കൺട്രോൾ പോകും. ഒന്നാമത് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ ഒരാള് ഫർസാനയാണെന്ന് തോന്നുന്നു പറയണ്ടായി. ഫർസാൻ ഇവിടെ ഇല്ലേ? ഓക്കെ, ഫസ്ക് ഉമർ അള്ളാഹുവിന്റെ കാലത്തുനിന്ന് ഇതാക്കി എടുത്തു കളഞ്ഞു. ഇപ്പൊ ഫസ്ക് പ്രാക്ടീസ് ഇല്ല എന്ന് പറയണ്ടായി. അതിന്റെ തെളിവ് എന്താണ്? അത് എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ അത് അങ്ങനത്തെ ഒരു, അഗൈൻ സ്റ്റീരിയോടൈപ്പ് ആണിത്.
എങ്ങനെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇത്ര ആധികാരികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ടിരിക്കാൻ എങ്ങനെ പറ്റും? മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ആണ് ഫസ്ഖ്, വെദർ വിമൻ ഇനീഷ്യേറ്റ്സ് ദ ഡിവോഴ്സ് പ്രോസസ്. അത് എങ്ങനെ പറയാൻ പറ്റും അതിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്നുള്ളത്? ഡു യു ഹാവ് എനി സ്റ്റാറ്റിസ്റ്റിക്സ്? ഉണ്ടോ? അല്ല, എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉമർ അന്നുവിന്റെ സമയത്ത് അത് എടുത്തു കളഞ്ഞു എന്ന് നിങ്ങളാണ് ആദ്യം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫർസാനെ അല്ല, ഫർസത്ത് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഫർഹാനെ എക്സ്പ്ലെയിൻ പറയോ? അല്ല, എനിക്ക് ഇവിടെ നിങ്ങൾ കുറെ റെസ്പോൺസസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അല്ലല്ല, ഞാൻ ആദ്യം വന്ന റെസ്പോൺസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ പുതിയ ഇറ്റ്സ് എ ന്യൂ ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്ഖ് എന്നുള്ളത്? ഇറ്റ്സ് എ ന്യൂ ക്വസ്റ്റ്യൻ. No, it's not a new question. Let me tell No, you. it's part of your answer, right? It's part of your answer. Alla, you are interjecting me, right? You're not allowing me to complete the response for 5 speakers spoke again. I mean, 5 speakers had no, you asked us a question. നിങ്ങളൊരു ആൻസർ അല്ല പറഞ്ഞു, നിങ്ങൾ തിരിച്ചൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതല്ല, നിങ്ങൾ ഫസ്ഖ് ഉമർ അള്ളാന്റെ കാലത്ത് എടുത്തു കളഞ്ഞു എന്നൊരു പരാമർശം ഇവിടെ നടത്തേണ്ടായി. അതിന്റെ തെളിവ് എന്താണെന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനതാ ചോദിക്കുന്നത്. ഫസ്ഖ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം മോചനം നടത്താനുള്ള ഒരു സമ്പ്രദായമാണ് ഇസ്ലാമില്. അതായത് എന്നാൽ ഞാൻ അടുത്ത ഷഹീബന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നതിന് മേ ബി യു കൻ അഡ്രസ് ദിസ് ഇഷ്യൂ ലേറ്റർ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും കുറെ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ റെസ്പോണ്ട് ചെയ്യാൻ. എന്താണ് ആരെന്തും പറഞ്ഞോ? ഫർസാനില്ലേ? നിങ്ങൾ ഫർസാനോടൊന്ന് പറയും ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഒരു ഇത് പറഞ്ഞു പോകുന്ന ഒരു ശരിയല്ലല്ലോ. അതൊന്ന് അവരോടൊന്ന് വരാൻ പറഞ്ഞിട്ട് അതൊന്ന് ക്ലാരിഫൈ പറയാം. യു പ്ലീസ് I'll message her if you want her to clarify. I'll definitely message her. Okay. അപ്പം പിന്നെ നിങ്ങളുടെ നിങ്ങൾ ആരോപിക്കുന്ന കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ്, പിന്നെ ഓരോ അങ്ങനത്തെ കുറെ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ദുരനുഭവങ്ങളൊക്കെയാണ്. ഇത് ഈ പറയുന്ന അനുഭവങ്ങൾ ഒക്കെ തന്നെയും ഇപ്പൊ നേരത്തെ നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ഈ ഒരു വിഷയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യലി വരുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഈ മതപരമായി മാൻഡേറ്റ് ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ എങ്ങനെ എത്തുന്നത്? ഹൗ ഡു യു അസ്യൂം ദാറ്റ് ഓൾ ഓഫ് സച്ച് ബിഹേവിയേഴ്സ്, ഓൾ ഓഫ് സച്ച് ബുള്ളിങ്, അത് ബുള്ളിങ് ആണ്? ശരിയായിട്ടുള്ള ഒരു മുസ്ലിമിന്, ശരിയായിട്ട് മതം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഈ കിട്ടുന്ന പോലത്തെ ഈ മെസ്സേജസ് ഒന്നും ചെയ്യാൻ പറ്റൂല. So I am saying that the kind of behavior that you guys have described, അതായത് നിങ്ങൾക്ക് വന്നിട്ട് കിട്ടുന്ന മെസ്സേജസ്, അങ്ങനത്തെ മോശമായിട്ടുള്ള മെസ്സേജസ് ഒന്നും അതിന് റിലീജിയസ് മാൻഡേറ്റ് ഒന്നുമില്ല. സോ അതിന് എന്തിനാണ് ഇസ്ലാമിനെ മാത്രം പിന്നെ ഇവിടെ മുസ്ലിം പുരുഷന്മാര് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ്. പിന്നെയും ഇവിടെ വേറെ ഒരാൾ ഇതേപോലെ പറഞ്ഞു, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മറ്റേ കമ്മ്യൂണിറ്റി ഒക്കെ പറയും, പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റികളിലെ സ്ത്രീകളാണ് ഇവിടെ മുന്നേ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന്. ഒന്നാമത് ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തതല്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ ഇവിടെ കയറ്റുന്നില്ല എന്നൊന്നും. എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ കയറി. ഓക്കെ, ദാറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പോലെയാണോ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി? ഹൗ കെൻ യു ഇക്വേറ്റ് ദ ടു? ആർ ദീസ് കമ്മ്യൂണിറ്റീസ് ഓൺ ദ സെയിം പവർ ഇക്വേഷൻ? ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റില് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതേ പോയിന്റ് ഇവിടെ പിന്നെ വരുന്നതെന്ന് അറിയില്ല. On a hierarchical basis in India, if you see, there is clearly a genocidal project going on. അത് ഞാനിങ്ങനെ എടുത്തെടുത്ത് നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ആൻഡ് ഐ ഡോണ്ട് നോ വൈ യു ഗൈസ് കാൺട്ട് സീ ദിസ് തിങ്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സ്ത്രീകളെ പറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റീനെ പറ്റി പറയുന്ന പോലെയാണോ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീനെ പറ്റി പറയുന്നത്? സോ ആ ഒരു അറ്റാക്ക്, ആ ഒരു പെർസിക്യൂഷന്റെ ഓൾറെഡി നമ്മൾ നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അത് വെച്ചിട്ട് പിന്നെയും അതിനെതിരെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോൾ പോവും. സ്വാഭാവികമായിട്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞു പോവും, നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? No, so you are telling that we have to shut up and confine at home without talking, right? I never said that. Did I ever say that? ഞാൻ അങ്ങനെ ഷട്ടപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. But what I said initially is the narrative being, it is feeding into an Islamophobic narrative. It is feeding into a Hindu far right
that kind But of what about the Hindutva narrative. questions? What about the questions answered by the scholars in Islam? That is a reason for അല്ല ഞാൻ നിങ്ങൾ ഇന്റർജെക്ട് ചെയ്യൂലെന്ന് എന്നോട് കാഫ് സോറി ഐ ഡോണ്ട് നോ യുവർ നെയിം കാഫ് പറഞ്ഞിരുന്നു. Yeah, you can call me that. That's fine. വഫ ആളൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അതിനുശേഷം we'll ask. അല്ല, she is asking questions, that's why. അല്ല ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ ഇതിന്റെ ഒരു ഇനീക്വാലിറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് മുസ്ലിം സ്ത്രീകളെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഇമോഷണൽ ആണ്, മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഇൻടോളറന്റ് ആയിട്ട് എന്നെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ. ഇതുകൊണ്ടാണ് that we are forced to say that no, Muslim community is not as bad as or as monstrous as you think. അത് എപ്പോഴും ഞങ്ങള് പിന്നെ BJP-കളോ മറ്റേ ഹിന്ദുത്വവാദികളോടും പറയണം, പിന്നെ എക്സ് മുസ്ലിം ജബ്രകളോടും പറയണം, ഇങ്ങനെയും പറയണം അങ്ങനെയും പറയണം. ഇത് ഞങ്ങളോട് ആൻസറബിൾ ടു ഓൾ സൈഡ്സ്. ഇങ്ങനെ ഇത് ശരിയായ പരിപാടിയല്ല. നിങ്ങള് ഒരു 10 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ട് കാഫ് ഒന്ന് ഇവരൊന്ന് നിയന്ത്രിക്കൂ. കാഫിന്റെ ഒരു എന്താ പറയാ, ഒന്നൊന്ന് മോഡറേറ്റ് ചെയ്യണം. ദിസ് ഇസ് നോട്ട് നൈസ്. ഇല്ല, എല്ലാവരും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നോണ്ടാണ് അവർ ആൻസർ പറയാൻ ഫോഴ്സ്ഡ് ആവുന്നത്. സോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് റെറ്റോറിക്കൽ ആയിട്ട് കണ്ടാൽ മതി. ഫർസാന is here. ഫർഹാന, ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫർസാന came back. ഫർസാന, ഉമറന്റെ കാലത്ത് ഫസ്ക് പിന്നെ എന്താ പറയാ നീക്കം ചെയ്തു, അത് ഒഴിവാക്കി എന്നൊക്കെ, പിന്നെ ഇപ്പൊ ഫസ്ക് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാമർശം നടത്തി. അതിന്റെ ബേസിസ് എന്താണ്? ഫസക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. വിമനിന് പുരുഷന്മാരെ മോശമാണെന്ന് തോന്നിയ അല്ലെങ്കിൽ ഇഫ് ദ ഗായ് ഇസ് നോട്ട് റൈറ്റ് ഫോർ ദം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഫസക് ചൊല്ലി 14 ദിവസത്തിനകം പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല എങ്കിൽ ഫസക്കാം ഡിവോഴ്സ് ആവും. അതായത് സ്ത്രീകൾ മുൻകൈ എടുത്ത് ചെയ്യുന്ന അവരുടെ ഒരു കൈൻഡ് ഓഫ് സെപ്പറേഷൻ ആയിരുന്നു അത്. അതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഉമറുല്ലാഹിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. പിന്നെ സബ്സ്റ്റാൻഷിയേറ്റ്. ഞാൻ അപ്പുറം പറഞ്ഞായിരുന്നു ഉമറുല്ലാഹിന്റെ കാലത്തും. ഫർസാന, ഐ തിങ്ക് നമുക്ക് അത് ഞാൻ ഫർസാന പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഫസക് ആൻഡ് കുൽ ആക്ച്വലി നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മുസ്ലിം മാരേജ് ആക്ട് പ്രകാരം അത് നിയമവിധേയമാണിപ്പോ. അത് മാത്രമല്ല അതല്ലാതെ ഫസക് അല്ല, പക്ഷെ ഫസക് അതിന്റെ യഥാർത്ഥ രീതിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു റിലീജിയസ് ടേംസിലുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് കണ്ടാൽ മതി. അത് ഫർസാന പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഫർഹാന. അതിപ്പോ ഫർസാന പറഞ്ഞപ്പോ ഐ ക്യാൻ കറക്റ്റ് യു. ഷഹീബ പറയട്ടെടോ, എന്നിട്ട് ഫർഹാനക്ക് റെസ്പോണ്ട് ചെയ്യാം. ബാക്കി എല്ലാവരും, നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മൈസെൽഫ്, നമ്മളെല്ലാവരും ആ കുട്ടിക്ക് ചാൻസ് കൊടുക്കണം. പിന്നെ കഫ് ഞാനൊരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്യട്ടെ വഫ. അതുപോലെ തന്നെ ഫർഹാന ഇപ്പം ഇവിടെ പറയുന്ന ഇസ്ലാമോഫോബിക് ഇഷ്യൂനെ കുറിച്ചും ഞാനും റാണിയലും ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമോഫോബിക് ആവോ എന്നുള്ള കാര്യം ഞാനും റാണിയലും, എന്തുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഇസ്ലാമോഫോബിക് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ റാണിയലും ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി സംസാരിച്ചതാണ്. പിന്നെ ഈ പ്രോബ്ലം ഇസ് വിത്ത് ഇസ്ലാമിസ്റ്റുകൾ അത് ഞാനൊരു കാര്യം ജസ്റ്റ് വളരെ വ്യക്തമായി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഷഹീബ, ഒരൊറ്റ കാര്യം പറയട്ടെ. ഫർസാന, ഫസ്കിന്റെ കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ഫസ്ക് ഇപ്പോഴും പ്രാക്ടീസിങ് ആണ്. ഞാൻ ഈ അടുത്ത കൂടി ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭർത്താവ് 25 ദിവസമായി അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ ഫസ്ക് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഫസ്ക് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സത്യം പോലെ പറയണം. കറക്റ്റ് ആണ്. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. ഇത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. താങ്ക് യു. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനൊരു പ്രിവാലൻസ് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് വാസ് മൈ പോയിന്റ്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. സ്പെസിഫിക് ആയില്ലെങ്കിൽ അപ്പൊ ഇതുപോലത്തെ ഒരു ബേസിസ് ഇല്ലാത്ത ഡേറ്റ ഇവിടെ പിന്നെ പെർപച്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടപെട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആസ് ഐ സെഡ് ബിഫോർ, ഇത് വളരെ എളുപ്പമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറയാൻ. അത് ഒരു ബാക്ക്വേർഡ് ആയതുകൊണ്ട് അവർക്ക് വിമൻ കാൺട്ട് ഇനീഷ്യേറ്റ് എന്നൊക്കെ. വിമൻ ഇൻഫാക്ട് ഇത്രയും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്രയും പഴഞ്ചൻ ഈ ഒരു സംസ്കാരത്തിലാണ് ഫസ്ക് പോലത്തെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഐ ഡോണ്ട് നോ വൈ സച്ച് തിങ്സ് ആർ നോട്ട് കൈൻഡ് ഓഫ് അക്നോളജ്ഡ്. ഓക്കെ, നിങ്ങൾ വേറെ കാര്യം പറഞ്ഞു, ദാറ്റ് മതപരമായി നോക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ പിന്നെ
വയലൻസ് വാലിഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ. ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറയാം. പിന്നെ ഞാന് മുസ്ലിം, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ ചെയ്യാം. അതായത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകള് പിന്നെ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ അനുഭവങ്ങളോ അതൊന്നും നിരാകരിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഞാൻ മതപരമായിട്ട് പ്രാമാണികമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ബിക്കോസ് പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ മതം അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു എന്നൊരു ആർഗ്യുമെന്റ് വരുന്നോണ്ടാണ് ഐ എം ഫോഴ്സ്ഡ് ടു സ്പീക്ക് ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്ചേഴ്സ്. ഓക്കെ. 2 ആഴ്ച മുന്നേ ഒരു മുസ്ലിം വിമൻ പ്ലാറ്റ്ഫോം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഞങ്ങൾക്കുണ്ട് where we discuss our issues and where Muslim women come forward and say that okay, this has to be reformed, that has to be reformed. അത് പിന്നെ ജബ്ര പിന്നെ ഹൈജാക്കിംഗ് ഒന്നും അതിലില്ല. അതില് നമ്മൾ ഇസ്ലാമിന്റെ എത്തിക്സിലൂടെ തന്നെ ഇസ്ലാമിന്റെ ഒരു എത്തിക്കൽ ഫ്രെയിം വർക്ക് വെച്ചിട്ട് എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാം, അതൊക്കെ എക്സിസ്റ്റിംഗ് ആണ്. ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ്. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് മതം എന്നുള്ളത് ഒരു മാറാത്ത ഒരു പഴയ ഒരു സാധനം, അതായത് ഇങ്ങനെ നമുക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത. ഐ മീൻ ദിസ് ഇസ് എ വെരി ഓറിയന്റലിസ്റ്റ് കൈൻഡ് ഓഫ് നാരറ്റീവ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ, ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പൊ 2 ആഴ്ച മുന്നേ ഞങ്ങൾ മുസ്ലിം വുമൻ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച ഉണ്ടായി. സ്ത്രീകള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. ആൻഡ് ദിസ് ഐ എം ടെലിംഗ് യു, ദിസ് ഇസ് എ വെരി വെരി progressive kind of a discussion that is happening. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഏതെങ്കിലും മതത്തില് വാലിഡേഷൻ കൊടുത്തിട്ടുണ്ടോ? ദാറ്റ് യു ഡോണ്ട് നീഡ്. ഞങ്ങള് ഫിഖ് ടെക്സ്റ്റ് വെച്ചിട്ട് അവിടെ കുറെ വിമൻ സ്കോളേഴ്സ് came forward and proved how there is no പിന്നെ compulsion for a wife to stay in her husband's house. There is no compulsion for a wife to stay in a husband's house. പിന്നെ അത് അത്രത്തോളം അത് പലർക്കും അവിടെ ഷോക്കായി. അപ്പം അത്രയും നമ്മുടെ പ്രാക്ടീസസ് പ്രമാണങ്ങളിൽ നിന്ന് കുറെ വ്യതിചലിച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസസിന്റെ പ്രശ്നമാണ്. അത് സോഷ്യൽ കണ്ടീഷനിങ് വേറെ കുറെ കോണ്ടെക്സ്റ്റുകളെ പ്രശ്നമാണ്. അപ്പം അവിടെ വേറൊരാൾ അവിടെ പറയണ്ടായി, ഇപ്പൊ മലേഷ്യയിലൊക്കെ വീടുകളിൽ കിച്ചന്റെ സിസ്റ്റം തന്നെയല്ല, അവിടെ കിച്ചൺ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. അവിടെ അടുക്കളയില്ല, കാരണം എന്താ, അവിടെ സ്ത്രീകൾ കുക്ക് ചെയ്യാറില്ല. അവിടെ പിന്നെ വേറെ ഒരു സിസ്റ്റമാണ്. അങ്ങനെ പല ഇസ്ലാമിക് കൺട്രീസിലും പല അങ്ങനത്തെ കുറെ പ്രാക്ടീസ് പറയണ്ടായി. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ കോണ്ടെക്സ്റ്റ്, കേരളം അല്ലെങ്കിൽ ഇന്ത്യന്റെ സൗത്ത് ഏഷ്യൻ കോണ്ടെക്സ്റ്റ് വളരെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ആണ്. അതിൽ വേറെ കുറെ ഫാക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം മതപരമായിട്ട് ഇസ്ലാമിന്റെ ഫിഖ് വെച്ചിട്ട് കുറെ ടെക്സ്റ്റുകൾ വെച്ചിട്ട് അവിടെ പ്രൂവ് ചെയ്യാണ് എന്ത്, പിന്നെ മെയിൻ സ്ത്രീകൾക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറെ ഡൗറി കേസസ് നമ്മുടെ കേരളത്തില്, ഡൗറി കേസ് കാരണം കുറെ പിന്നെ മരണങ്ങൾ ഉണ്ടായി. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മളിത് കാണുമ്പോൾ എത്രത്തോളം പ്രോഗ്രസീവ് ആണ് എന്നുള്ളിടത്താണ്. മീൻസ് എന്റെ ഒരു അനക്ഡോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിച്ചു വരുന്ന പല നാരേറ്റീവ്സും ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പിന്നെ അതുപോലെ തന്നെ ഭാര്യക്ക് ഭക്ഷണം വെക്കാൻ നിർബന്ധമില്ല, ഭാര്യക്ക് ഭക്ഷണം വെക്കാൻ നിർബന്ധമില്ല, അതൊക്കെ പുരുഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതൊക്കെ പുരുഷന്റെ ബാധ്യതയാണ് ഇസ്ലാമില്. ഓക്കെ. അതൊക്കെ പുരുഷനാണ്, അത് പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ ആയി പോയി എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു എത്തിക്കൽ ഫ്രെയിംവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിൽ ഉണ്ട്. ഓക്കെ. അത് അങ്ങനത്തെ എത്തിക്കൽ ഫ്രെയിംവർക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഭർത്താവിന് ആളെ വെക്കൽ നിർബന്ധമാണ്, ഒരു സെർവന്റ് വെച്ചുകൊടുക്കൽ നിർബന്ധമാണ് ഭാര്യ ആവശ്യപ്പെട്ടാല്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാം മുസ്ലിംസിനെ അടിച്ചുമർത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരാ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ മുസ്ലിം സ്ത്രീകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിസ്കഷൻസ് ഒന്നും കാണാതെ വേറെ ഇപ്പം ഭയങ്കര പിന്നെ ഇങ്ങനത്തെ ഒരു വേറെ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം പറയുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ. അപ്പൊ നേരത്തെ വഫ പറഞ്ഞതിനോടാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് പിന്നെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉസ്താദുമാരായിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉസ്താദുമാര് ഇപ്പൊ പിന്നെ പല ചർച്ചകളിലും ഇന്ന് ക്ലബ് ഹൗസിൽ കാണുന്ന പോലെ ഈ ബാലവീടകര് മാത്രമല്ല, നല്ല ഇന്റലക്ച്വൽ ആയിട്ട് ലോജിക്കും പിന്നെ ഫിലോസഫിയും ഇതൊക്കെ ചെയ്യുന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പിന്നെ പല വിഷയങ്ങളും പല ഉസ്താദുമാരും ചർച്ചകൾ ചെയ്യുന്ന നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ അത് മാത്രം ഇവിടെ പറയുന്നത്, അതായത് ഇപ്പൊ ക്ലബ് ഹൗസിലും അല്ലാതെയും പബ്ലിക്കിലും മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന മെക്കാനിസംസും അങ്ങനത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന ഒരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്റഡ്, ഇറ്റ് ഈസ് ഗിവൺ ലെജിറ്റിമസി ത്രൂ ദ സ്ക്രിപ്ചേഴ്സ്. ഇത് പിന്നെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ എന്ന് എപ്പോഴും ഒരു പെർപെച്വേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് റിഫോമിന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. റിഫോം എപ്പോഴും നടന്നുകൊണ്ട് പിന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അതിങ്ങനെ
പിന്നെ ഇസ്ലാമിന്റെ തന്നെ ഒരു ഫ്രെയിം വർക്കിലുള്ള ഒരു സംഭവമാണ് ഇജ്മാ ഖിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പിന്നെ ഒരു നിയമത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു ഡിസ്കഷനിലൂടെ തന്നെയാണ്. അപ്പം അതിനൊക്കെ ഒരു ബേസിസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രെയിം വർക്ക് ഒന്നും അതുകൊണ്ടാണ് മേ ബി I lost my temper when I was speaking to Asha Susan, because for me she has no access to these texts, so she has no access to experiences, she has no access to the community. Apam how can someone, okay maybe ഞാൻ പറഞ്ഞ രീതി harsh ആയിരിക്കാം and I apologize for it, പക്ഷെ അത് ആ ഒരു ഇതുകൊണ്ടാണ് അത്രയും നമുക്ക് കൺസേൺ. ഇപ്പം ഇവിടെ പിന്നെ ഞാൻ ഡൽഹിയിലാണ്, അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാം പല ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ പല ABVP അതായത് BJPന്റെ സ്റ്റുഡന്റ് വിങ് കുറെ ഡിസ്കഷൻസ് നടത്തും മുസ്ലിം സ്ത്രീകളെ പറ്റി, അല്ലെ മുസ്ലിം സ്ത്രീകളെ പ്രശ്നങ്ങളെ പറ്റി, അല്ലെങ്കിൽ അവരെ നേരിടുന്ന. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരൂലേ? അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇത്ര കൺസേൺ എടുക്കുന്നത്? ഇവരെന്തിനാണ് ഇത്ര, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മളെ പിന്നെ സൊല്യൂഷൻസ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് മേ ബി ഐ ഫെൽറ്റ് ബിറ്റ് ഐ ഹാഡ് ദാറ്റ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാല് എന്താണ് you want to continue? if you want to ask something, if you want to ask എനിക്ക് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, He's not finished. ഇതിനകത്ത് ഫർഹാന പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള റിഫോർമേഷൻസ് ഇസ്ലാമിൽ സൗണ്ട് ബ്രേക്ക് ആയി, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. ഇല്ല, she was just accepting what you were saying, kind of. പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ താങ്ക് യു. അപ്പം പിന്നെന്താണ്, പിന്നെ അഡ്രസ് ചെയ്യാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഹന എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ചോദിച്ചത്, ഇവിടെ ഈ ഗ്രൂപ്പിൽ ഇസ്ലാമോഫോബിയ പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ നമ്മുടെ കുറച്ച് നാൾ അങ്ങനെയല്ല പറഞ്ഞത്. ഇങ്ങനത്തെ പല ഡിസ്കഷൻസും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവിന് ഫീഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉസ്താദ് മദ്രസ പഠന ഒരു 14-15 വയസ്സുള്ള മക്കളോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഇസ്ലാം മതം വിട്ടുകഴിഞ്ഞാൽ അവരെ കൊല്ലണം. ആ വീഡിയോ വൈറലാണ്. എനിക്കിവിടെ കേൾപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്തേനെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് നിക്ക് പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആരാണ് ഇസ്ലാമോഫോബിയ പരത്തുന്നത് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ആ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുണ്ടായി ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. ഇസ്ലാമിലെ പ്രശ്നങ്ങൾ അവർ തന്നെ സംസാരിക്കണം. എനിക്ക് അതുപോലെ ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ഇവന്റ്, നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് ഇവന്റിന്റെ ഒന്ന് എന്താ ടോപ്പിക് ഞാനൊന്ന് വായിച്ചോട്ടെ. കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത, അതാണ് നിങ്ങളുടെ ടോപ്പിക്, അതല്ലേ? അതെ, അതാണ് ടോപ്പിക്. ഓക്കെ, പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. രഹന പറയുന്ന, അതായത് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രഹനയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അതായത് ഞങ്ങളെപ്പോലുള്ളവർ ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സ്വതന്ത്ര ചിന്തകർ, കുടുംബം കലക്കുന്നവർ, ഇസ്ലാമോഫോബിയ പരത്തുന്നവർ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നമ്മളെ ലേബൽ ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ഞങ്ങൾക്ക് ഇത് തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ്? തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ ലേബൽ ചെയ്യും. നിങ്ങൾ തന്നെ കോൺട്രഡിക്ട് ചെയ്യാണ്. നിങ്ങളുടെ വാക്കൊന്നാണ്, പ്രവൃത്തി ഒന്നാണ്. നിങ്ങൾ തന്നെ കോൺട്രഡിക്ടറി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് ടു രഹ്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2-3 ദിവസം മുമ്പ് ഇസ്ലാമോഫോബിയ പരത്തുന്ന ഫ്രീ അല്ല കാഫില, എങ്ങനെയാണ് കോൺട്രഡിക്ട് ചെയ്തത് ഒന്ന് പറയാമോ? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ഐ തിങ്ക് ഐ ലോസ്റ്റ് കണക്ഷൻ. ഓക്കെ, യു ആർ സേയിങ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കുന്നു. അപ്പൊ ഞങ്ങളിപ്പോ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഞങ്ങള് കുറച്ച് പേരൊന്നും എക്സ് മുസ്ലിംസ് അല്ല. ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നവർ എക്സ് മുസ്ലിംസ് അല്ല. പക്ഷെ ഞങ്ങൾ അത് സംസാരിക്കുമ്പോഴേക്കും അതായത് നിങ്ങൾക്ക് ഈ ഇസ്ലാമിസ്റ്റ് ലേബലുള്ള ഒരുപാട് പേര് തന്നെ വന്നിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു അതൊക്കെ എങ്ങനെ മുസ്ലിംസ് ആണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അക്കൗണ്ട്സ് അറിയാം, നമുക്ക് ചില പീപ്പിളിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ കോൺട്രഡിക്ടറി ആയത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇസ്ലാമിൽ തന്നെയുള്ള സ്ത്രീകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന ഡിസ്കഷൻസ് നോക്കൂ. രഹന പറഞ്ഞ പോലെ ആ വായിച്ച ആ ഒരു ഹെഡിങ് നോക്കൂ. നിങ്ങൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ലേബൽ ചെയ്യുന്നത്? ഇസ്ലാമോഫോബിക്സ് ആയിട്ട് ലേബൽ ചെയ്യുന്നു. സ്വതന്ത്ര ചിന്തയിൽ സ്ത്രീകൾ, കുടുംബം കലക്കികൾ, മറ്റത് മറിച്ചത്, അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത ടേംസ് വെച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങൾ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യട്ടെ. ഓക്കെ, സി കഫില, നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്. We are also practicing Muslims. We also want our dignity, Farhana.
Yeah, that You is can't take completely it fine. from us. I'm not Seriously, you taking can't anything take away. it. I'm just But asserting you my did. my You dignity did here. it. You Just a did it moment, a ഞാനൊന്ന് while കാഫിനോട് before. റെസ്പോണ്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഷെയ്ബിലേക്ക് വരാം. ഓക്കെ, കാഫ് ഇപ്പൊ പറയണ്ടേ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന്. ഞാൻ ഇസ്ലാമിസ്റ്റ് ആണെന്ന് കാഫിനോട് ആരവിടെ പറഞ്ഞത്? ഞാൻ നിങ്ങൾ എന്ന് നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്ന് ഞാൻ സംസാരത്തിൽ പറഞ്ഞാണ്. അല്ല, നിങ്ങൾ ഇസ്ലാമിസ്റ്റ് എന്ന് അല്ല, പറഞ്ഞാൽ if you're not how can an you label an Islamist, നിങ്ങൾ Islamist label? ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഓഡിയൻസിൽ ചർച്ചകൾ ഒരുപാട് നടത്തുമ്പോൾ ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാണ്. ഫർഹാന അല്ല ഇസ്ലാമിസ്റ്റ് എന്നല്ല പറഞ്ഞത്. അല്ല കഫീല, ഷഹീബ, അങ്ങനെയാണെങ്കിൽ ഫർഹാന ജസ്റ്റ് എങ്ങനെ മൊമെന്റ്. ഇത്തരത്തിലുള്ള ഒരു കാഫ് ചർച്ചയിലേക്ക് ഒരു വരുന്നു? മിനിറ്റ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഷൈബിലേക്ക് വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, എക്സ് എങ്ങോട്ടും പോകുന്നില്ല. മുസ്ലിംസിനെ ജബ്രകളിനെ നെയിം ഞാൻ ചെയ്യാമെങ്കിൽ വാട്ട് എങ്ങോട്ടും ഈസ് റോങ് വിത്ത് ദാറ്റ്? എക്സ്മുസ്ലിംസിനെ ജബ്ബാർ ജബ്ബാറിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കൂ. ജബ്ര 21 എന്നാണ്, അദ്ദേഹം തന്നെ ജബ്ര എന്നാണ് ഈ പ്രൊഫൈൽ ചെയ്തിട്ടുള്ളത്. അതൊന്ന് എടുത്ത് നോക്കൂ. അത് ഫർഹാന. സാർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് അതിൽ പിടിച്ച് അല്ല, കയറില്ല. നിങ്ങൾ തന്നെ അത് അഗ്രി ചെയ്തൊരു സംഭവമാണ്. നിങ്ങളിപ്പോ ജബ്ര, ഒരു മിനിറ്റ്, ഞാൻ കാഫിനോട് റെസ്പോണ്ട് ചെയ്യട്ടെ. കാഫ്, അതിന്റെ മുന്നേ കാഫിന്റെ പേരെന്താണ്? കാഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. കഫീല പറഞ്ഞോളൂ. ഓക്കെ, കഫീല. ഓക്കെ, കഫീല ഇപ്പം വൈരുദ്ധ്യം പറഞ്ഞല്ലോ. ഇപ്പൊ വൈരുദ്ധ്യം, ഇപ്പൊ നിങ്ങളുടെ ടൈറ്റിൽ ഇവിടെ നോക്കൂ. നിങ്ങളുടെ ടൈറ്റിൽ എന്താ? ഇസ്ലാമിസ്റ്റുകൾ സീൽ പൊട്ടിയ കുപ്പിവെള്ളം ആരേലും വാങ്ങുമോ? അത് കൊടുക്കുന്ന ഒരു ഇംപ്ലിക്കേഷൻ എന്താ? അത് ഇസ്ലാമിക് ആയിട്ട് സുന്നി സോൾജിയർ എന്ന് സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ടുള്ള ഒരു പേഴ്സൺ പറഞ്ഞ കമന്റ് ആണ്. അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ സീൽ പൊട്ടിയ കുപ്പിവെള്ളം. അത് പുള്ളി പറഞ്ഞ അതേ കമന്റ് കോട്ടാണ്, അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു ടൈറ്റിൽ അല്ല. കോൺട്രഡിക്ഷൻ പറയട്ടെ. എന്റെ പ്രൊഫൈലിലെ ടോപ്പിക് എന്താണ്? കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത. ഇവിടെ ആ ചിന്തനെ ഞാൻ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യാറ്? നമ്മൾ കുടുംബം ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്, ലെറ്റ് മീ കംപ്ലീറ്റ്. കുടുംബം കലക്കുന്ന ഫർഹാന, ഇത് സ്വതന്ത്ര ചിന്ത. ഫർഹാനിന് ചോദ്യം ചെയ്യാനും ഫർഹാനക്ക് ഉത്തരം പറയാനും വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് അല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യണ്ടേ ഷൈബ? എന്നോട് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യണ്ടേ? ഷെയ്ബ ലെറ്റ് ഹർ റെസ്പോണ്ട്. നോ, Let me respond, ഷൈബ. അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്കെതിരെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിക്കെതിരെ പറയുമ്പോ ഐ വിൽ ഹാവ് ടു ഇന്റർജെക്ട്. യോർ കമ്മ്യൂണിറ്റി നിങ്ങൾ തന്നെ പറയും, അത് നിങ്ങൾ തന്നെ പറയും. പറഞ്ഞ വ്യത്യാസം പറയരുത്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിലല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, കഫീല നേരത്തെ പറഞ്ഞതിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷൈബ പ്ലീസ് ലെറ്റ് മീ റെസ്പോണ്ട് ടു ഹർ. ഓക്കെ, അത് മനസ്സിലാക്കണം. നിങ്ങൾ മുസ്ലിംസ് ആണ്. ഞാൻ എവിടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിം സ്ത്രീകളെ എന്റെ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ മുസ്ലിം സ്ത്രീ അല്ല എന്നുള്ളത് അതിന്റെ അർത്ഥം ഉണ്ടോ? എന്റെ കമ്മ്യൂണിറ്റിക്കെതിരെ എന്ന് പറയുമ്പോ അതെവിടെയാണ് നിങ്ങളെ പുറത്താക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ശരി, ഫർഹാൻ പറയൂ. എന്റെ കമ്മ്യൂണിറ്റി എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ഒന്നുമല്ല. എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര രോഷം വരുന്നതും. മേ ബി ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ടു മീ. അതുകൊണ്ടാണ് ഇത്ര ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആവുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഭയങ്കര അസഹിഷ്ണുത, ഇൻടോളറന്റ് ഒക്കെ ചിത്രീകരിക്കെങ്കിലും ഐ വിൽ കീപ് അസേർട്ടിങ് മൈ കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ ഈ എന്റെ ടോപ്പിക്, എന്റെ സൗണ്ട് ഇല്ലേ? പറയൂ. ഓക്കെ, എന്റെ പ്രൊഫൈലിലുള്ള വിഷയം എന്താണ്? കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത. ഫ്രീ തിങ്കിങ് അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്നുള്ളത് ഒരു ആശയധാരയാണ്. ഓക്കെ, അതില് ഫ്രീ തിങ്കിങ്ങിന്റെ ഒരു ഫ്രെയിം വർക്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലിനെ എൻവിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലി സ്ട്രക്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഡിസ്കഷനിൽ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. You don't need to assume that we will be bashing all of you or that we will be അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. വളരെ ആശയപരമായിട്ട് അതുകൊണ്ടാണ് അത് കുറെ ഇന്നസെന്റ് ആയിട്ട് പോർട്രേ ചെയ്യരുത്. ഒരു മിനിറ്റ്, അല്ല, നമ്മളെ ടോപ്പിക്ക് ഫർഹാന 2 ആഴ്ച മുമ്പ് ഇസ്ലാമോഫോബിയ പരത്തുന്ന ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇസ്ലാമോഫോബിയ, ഫ്രീ തിങ്കേഴ്സ്, ഇങ്ങനത്തെ കുറെ ഡിസ്കഷൻസിന്റെ ടൈറ്റിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾ തരുന്നത്? മനസ്സിലാവുന്നില്ല. ഞാൻ ജസ്റ്റിഫിക്കേഷൻ തരാം. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ എക്സ് മുസ്ലിം ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഇസ്ലാം മത വിമർശനത്തിന് ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ഇസ്ലാം മത വിമർശനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ഇത് ഇസ്ലാമോഫോബിയ അല്ലാണ്ട് പിന്നെ വേറെ എന്താണ്? നിങ്ങൾ പരസ്യമായിട്ട് ആരിഫ് ഹുസൈൻ തെരുവത്ത് ജബ്ര ഗ്രൂപ്പിൽ ഒരു പ്രമുഖ, നിങ്ങൾക്ക് അയാളെ അസോസിയേഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളെ ഗ്രൂപ്പിൽ നടത്തുന്ന ചർച്ചകൾ ഇവിടെ പരാമർശിക്കുന്നോണ്ടാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ഒരു കാര്യം
എടാ ലെറ്റ് കംപ്ലീറ്റ് നോ ആള് പറയട്ടെ എടാ പ്ലീസ്. അല്ല ഇത് കഫീല can't you see what is happening here കഫീല ഷെഹീബ ബേസിക്കലി ഭയങ്കര പാഷനറ്റ് ആണ്. ഷെഹീബ നമ്മളുടെ ഓർഗനൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസിലും ഷീ ഈസ് വെരി പാഷനറ്റ്. അപ്പൊ കഫീല ഒന്ന് മോഡറേറ്റ് ചെയ്യൂ. കഫീല ഇത് എനിക്കെതിരെ കുറെ ചോദ്യങ്ങൾ ഓൾറെഡി വന്നു, അത് അഡ്രസ് ചെയ്യാൻ സമ്മതിക്കണം. കംപ്ലീറ്റ് ചെയ്യാൻ listen, Kafila, 1 second, let me complete. ഫർഹാനയ്ക്ക് അഡ്രസ് ചെയ്യാനുള്ള ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ഫർഹാൻ അത് പറയൂ. ജസ്റ്റ് ഡോണ്ട് യൂസ് പ്രൊനൗൺസ്. നിങ്ങൾ എന്ന് പറഞ്ഞ പ്രൊനൗൺസ് യൂസ് ചെയ്യരുത്, അത് ഞങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു, ഐ ആം എ മുസ്ലിം, ഐ എം എ പ്രാക്ടീസിംഗ് മുസ്ലിം, സോ ഇറ്റ് ഈസ് ട്രിഗറിംഗ് മീ. സോ യു യൂസ് ദ വേർഡ്. ഏത് ടെർമിനോളജി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവരെ ഏത് ഗ്രൂപ്പിനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ പറയൂ. എന്തിനും ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇസ്ലാമിസ്റ്റ്. അപ്പൊ ക്ലബ് ഹൗസിൽ പൊതുവെ നമ്മള് പിന്നെ ഈ ഒരു 2 ഇതായിട്ടാണ് പോകുന്നത്. മേ ബി ഓക്കെ മേ ബി യു ഡോണ്ട് അസോസിയേറ്റ് വിത്ത് ദാറ്റ് പൊളിറ്റിക്സ്. അപ്പം മേ ബി യു ആർ നോട്ട് അല്ല പിന്നെ എക്സ് മുസ്ലിംസ് എന്നുള്ളത് എക്സ് മുസ്ലിംസും മുസ്ലിംസും തമ്മിലുള്ള ഒരു ഡിബേറ്റിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഞങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എക്സ് മുസ്ലിംസ് എന്നുള്ളത്. മേ ബി ഇറ്റ് ഡസൻ അപ്ലൈ ടു യു, ഐ എം സോറി ഫോർ ദാറ്റ്. മേ ബി ഇറ്റ് വാസ് ടു ജനറൽ എ കമന്റ്. ഓക്കെ, ആരിഫ് ഹുസൈൻ തെരുവത്തിലേക്ക് തന്നെ വരാം. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇങ്ങനെ പബ്ലിക് ആയിട്ട് പറയാണ് ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ആ ഗ്രൂപ്പ്സിലൊക്കെ ഇവിടെ കാണുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, മോഡറേറ്റേഴ്സായിട്ടും സ്പീക്കേഴ്സായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപൂർവ്വം ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷഹീബിനെ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഐ വാസ് ടോക്കിംഗ് ടു ദാറ്റ്, ടോക്കിംഗ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, പിന്നെ ബാക്കി എന്താണ്? ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. പറയൂ. ആരിഫ് നമ്മളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ആരിഫ് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ഞാൻ അത് എന്താണെന്ന് അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് ഇതിനോട് ബന്ധപ്പെട്ട ആ കോണ്ടെക്സ്റ്റിന്റെ കാര്യമാണ് ഫർഹാന, കോണ്ടെക്സ്റ്റിന്റെ കാര്യമാണ്. ഫർഹാന പറയട്ടെ. അതായത് ഇപ്പം എനിക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ RSSന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് വന്നിട്ടുണ്ട്, ഇസ്രായേലിന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹി വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു ഐറണി പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു തമാശ പോലെ പറഞ്ഞതാണ്. അതായത് RSS അജണ്ട ഉള്ള ആളാണെങ്കിൽ മാത്രമേ ഇസ്ലാമോഫോബിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് വാസ് ദ കോണ്ടെക്സ്റ്റ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോണ്ടെക്സ്റ്റ് അറിഞ്ഞതിന് ശേഷം സംസാരിക്കാന്ന്. സംസാരിക്കാൻ ഒന്ന് അനുവദിക്കൂ. വെയിറ്റ്, എനിക്കൊന്ന് ഫർസാനോട് പറയണം. വെയിറ്റ്, ആർ യു ജസ്റ്റിഫൈങ് ഹിസ് കോമെന്റ് ദർ ദാറ്റ് ഇസ്ലാം മത വിമർശനം ചെയ്യാനേ പിന്നെ ഹിന്ദുത്വവാദികൾ തന്നെ വേണം എന്ന ആരിഫ് ഹുസൈന്റെ കമന്റ്, ആർ യു ജസ്റ്റിഫൈങ് ദാറ്റ്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഫർഹാന. അത് ഒരു വളരെ തെറ്റായ രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ക്രിസ്റ്റൽ ക്ലിയർ. അതിന് ഒരു തെറ്റില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ആരിഫ് ഹുസൈന്റെ ഈ പോസ്റ്റിനെതിരെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഉസ്താദിനെതിരെ പറയാത്തത്? ഒരു അമുസ്ലിം, ഐ മീൻ മുസ്ലിം മതം വിശ്വാസം നിർത്തി മതം ഒഴിഞ്ഞു പോയ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞ ഉസ്താദിനെതിരെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഉണ്ടല്ലോ മുർത്തദിന്റെ വിഷയം എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാമാണികമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരു ആലിമല്ല, എനിക്ക് അതിന്റെ ഒരു സ്കോളർലി ട്രെയിനിങ് ഒന്നുമില്ല. ഞാൻ ഇവിടെ സംസാരിച്ചത് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ നിങ്ങൾ അതിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു ഉസ്താദ് 14-15 വയസ്സുള്ള കുട്ടികളോട് പറയട്ടെ, റെസ്പോണ്ട് ചെയ്യട്ടെ. രഹന ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ട് അത് ശരിയാണോ തെറ്റാണെന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആയിപ്പോലെ. ഓക്കെ, കോമെന്റ് ഓൺ സംതിങ്. അത് ഐസൊലേറ്റഡ് അല്ല. I can change my DP to പിന്നെ whatever that Arif Hussain has commented. I can change my DP for you all to see that. അതിൽ വേറൊരു മനസ്സിലാക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഫീല
കഫീലെ എനിക്ക് 1 മിനിറ്റ് സംസാരിക്കാൻ തരുമോ? ഞാൻ ഇവിടെ ആശാ സൂസൻ എന്നുള്ള പേര് പല പ്രാവശ്യം ഫർഹാൻ ഇവിടെ ഉന്നയിക്കുന്ന കേട്ടതുകൊണ്ട്, അതായത് മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നത്തിൽ ആശാ സൂസൻ എന്തിനും ഇടപെടുന്നു എന്നുള്ള രീതിയിൽ. ഒറ്റ മിനിറ്റ് ഫർഹാന, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും കൂടിയിട്ടുള്ള കാര്യം ഞാൻ പറയുമായിരുന്നു. ശബരിമല വിഷയത്തിനകത്ത് ഞാൻ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു ഞാൻ തലയിട്ടത്? അതൊരു ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമായിരുന്നു, അല്ലാതെ അത് ഈ ഹിന്ദു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ട് ഞാനത് കണ്ടിട്ടില്ല. ഫർഹാനയ്ക്ക് മേ ബി അങ്ങനെ അത് ഹിന്ദു സ്ത്രീകളുടെ പ്രശ്നമായിട്ട് വേണമെങ്കിൽ കാണാം. ഞാൻ ഇവിടെ ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിൽ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? അതിവിടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അനീതിയായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാനത് തലയിട്ടത്. ഞാൻ CAA പ്രശ്നത്തിൽ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത്? ഇതെല്ലാം ഹ്യൂമാനിറ്റിയുടെ പ്രശ്നമായതുകൊണ്ടാണ്. ഞാനിവിടെ ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, ഞാനിവിടെ ട്രാൻസ്ജെൻഡറിന് വേണ്ടി സംസാരിക്കാറുണ്ട്. ഇതിനെ എല്ലാത്തിനു വേണ്ടി എല്ലാ മതത്തിലെ സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷെ ഫർഹാനയുടെ സ്ത്രീകളുടെ പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രശ്നം മാത്രമാണ് വലുത്. അതിൽ മാത്രം സംസാരിച്ചാൽ മതി. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഫർഹാനയുടെയും ഫർഹാനയുടെ കമ്മ്യൂണിറ്റിയും കാണുന്നതിൽ എന്നുള്ളതിൽ എനിക്ക് വിരോധമില്ല. ബട്ട് എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ ഫർഹാനയ്ക്ക് റൈറ്റ്സ് ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അവസാനിപ്പിക്കാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? അത് ആശ ചേച്ചി. അപ്പൊ ഞങ്ങൾ എല്ലാവരും പല ഇസ്ലാമിക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിലൊക്കെ കണ്ടിട്ട് ആൾ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് ട്രിഗേർഡ് ആയിട്ട് ആൾ ആ ഒരു രീതിയിൽ സംസാരിച്ചതായിരിക്കണം. ഷി ഹസ് അപ്പോളജൈസ്ഡ് ആൻഡ് സ്റ്റഫ്. ആശ ചേച്ചി, അത് ഫർഹാന, ഷി വാസ് നോട്ട് ഹിയർ. ഇഫ് യു കുഡ് maybe talk to her. Okay. Asha Chechi is here, right? Yeah, she is here now. Okay, okay. സി ഞങ്ങള് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കമ്മ്യൂണിറ്റിക്കെതിരെ വിഷ്ണായിട്ട് റിപ്പീറ്റഡ്ലി ഇപ്പൊ കുറെ പ്രാവശ്യമായി പറയുന്നു. ഓക്കെ, ഞങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോ പിന്നെ ഞങ്ങൾ എന്നല്ലേ പറയേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് വൺ. സെക്കൻഡ്, മുസ്ലിം കമ്മ്യൂണിറ്റി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആശ ചേച്ചി ഞാനിത് നിങ്ങൾ ബിറ്റ്വീൻ ഇത് ഓക്കെ ആക്കാനാണ് നോക്കുന്നത്. നമ്മള് മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ രീതി സംസാരിക്കാതെ പ്ലീസ് അതൊന്ന് രമ്യായിട്ടൊന്ന് പരിഹരിക്കും. അല്ല, മുസ്ലിംസിനെ ഇപ്പൊ എല്ലാരും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇവിടെ എല്ലാരും മുസ്ലിംസ് ആണോ? എല്ലാരും മേക്ക് ഇറ്റ് വേഴ്സ്. ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ യു. അപ്പൊ ആശ ചേച്ചിയുടെ ഞങ്ങളിവിടെ റിലിജൻ ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഫർഹാന, ട്വിസ്റ്റ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ എന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ പിന്നെ മുസ്ലിം, നിങ്ങളുടെ ഇസ്ലാമിസ്റ്റുകള്, നിങ്ങളുടെ പിന്നെ അങ്ങനൊക്കെ പലതും പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ഫർഹാന, ഇഫ് യു ഫെൽറ്റ് ബാഡ് വി അപ്പോളജൈസ്. ഇനി നൗ യു ക്യാൻ ടോക്ക് ടു ആശ ചേച്ചി. പ്ലീസ് ലൈക്ക് റിലീജിയസ് ആംഗിൾ കൊണ്ടുവരാതെ ജസ്റ്റ് മേക്ക് ഹർ ഫീൽ ഓക്കെ ആൻഡ് ലെറ്റ്സ് മൂവ്. മുസ്ലിം സ്ത്രീകളെ പറ്റി പറയുമ്പോൾ മുസ്ലിം എന്നുള്ള റിലീജിയസ് ആംഗിൾ ആണ്. മുസ്ലിം ഒഴിവാക്കിയിട്ട് വെറും വുമൻ എന്നുള്ളത് മാത്രം അഡ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന്റെ സോഷ്യോളജിക്കലി സ്പീക്കിംഗ്. ഓക്കെ, ആശ ചേച്ചി, പിന്നെ നിങ്ങൾ പറയണ്ടായി നമ്മൾ ഈ മുസ്ലിം വുമന്റെ പ്രശ്നങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഹൗ ഡിഡ് യു റീച്ച് ഇൻ ടു ദാറ്റ് കൺക്ലൂഷൻ? You check my Facebook history. I have been very active in Rohit Vemula movement, Ambedkarite movement. We are part of this party in JNU where we talk about pala rights pala pinna communities ഒരുമിച്ച് Dalit Bahujan Adivasi collective ന്റെ ഭാഗമാണ്. How can you assume that I am just talking about Muslim women? അല്ലെങ്കിൽ അങ്ങനത്തെ ഫർഹാന ഇതെല്ലാം സംസാരിച്ചപ്പോ ഒറ്റ മിനിറ്റ് ഫർഹാനോട് ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. ഫർഹാന ഇതെല്ലാം സംസാരിച്ചപ്പോ ഏതെങ്കിലും ഒരു അമ്പേ ക്രിസ്റ്റികൾ വന്നിട്ട് ഫർഹാനോട് പറഞ്ഞിരുന്നോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് ഏതെങ്കിലും ഒരാൾ ഫർഹാനോട് പറഞ്ഞിരുന്നാൽ എന്തായിരിക്കും ഫർഹാനയുടെ മറുപടി? ഞാൻ ആശ ചേച്ചി നേരത്തെ കഫീല പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ ആ കമന്റ് പറഞ്ഞത് ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. വീണ്ടും ഫർഹാനെ അതിവിടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് പറയുന്നു. ഞാൻ നിങ്ങൾ കമ്മ്യൂണിറ്റി ആശ ചേച്ചി, ഐ നോ ഹർ കൈൻഡ് ഓഫ്. അപ്പൊ ഐ തിങ്ക് അപ്പോളജി ജെനുവിൻ ആണെങ്കിൽ ഷീൽ ആക്സെപ്റ്റ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ. ഇനി റെഹനയുടെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ട് ഫർഹാന ലെറ്റ്സ് മൂവ് ഓൺ. ലെറ്റ്സ് കം ബാക്ക് ടു ദി ടോപ്പിക്. ഓക്കെ, സി റഹ്നന്റെ ചോദ്യം എന്തായിരുന്നു? മുർത്തദിന്റെ ഞാൻ പറഞ്ഞു എന്താണ് ഷൈബ? I don't understand it. She doesn't have to answer the question. Just move on with our topic. What was our topic? Just discuss with that. അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതിലെ ക്ലർജിയിലുള്ള ആളല്ല, ഞാനൊരു അങ്ങനെയുള്ള ഒരാളല്ല എന്നവര് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്തിനാ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചോദിക്കാൻ പോകുന്നത്? Let us discuss about our topic. Okay, fine.
അതെ അതെ അതാണ് ഷൈബ പറയുന്നത് എന്നാൽ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അല്ല, ഒറ്റ സെക്കൻഡ്, ഒറ്റ കാര്യം ഒന്ന് പറയട്ടെ. ഫർഹാനോട് ഒരൊറ്റ കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ വന്ന് സംസാരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ സ്പേസ് കിട്ടുന്നില്ല. നിങ്ങളൊരു ചർച്ച വെക്കുമോ, ഇങ്ങനെ എന്തൊക്കെയാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അവർ പറയട്ടെ, ഞങ്ങൾ കേൾക്കാം. ഏതെങ്കിലും ഒരു ചർച്ചയുണ്ടോ? അങ്ങനെ ഞങ്ങൾ എന്ത് ചർച്ച വെച്ചാലും അതിന് ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇടും, അതിനെ കുറിച്ച് സംസാരിക്കും, എന്നിട്ട് അതിന് അവിടെ കിടന്ന് ഇങ്ങനെ പരദൂഷണം പറയുന്ന ആൾക്കാർ. അപ്പം അതല്ലാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാം. ഞങ്ങളൊക്കെ, ഞാനും കഫീലയും ഷഹീബും ഒക്കെ ഇസ്ലാമിന്റെ ഉള്ളിൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകളാണ്. ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇസ്ലാമിലെ ചില കാര്യങ്ങൾ, ഇസ്ലാമിലെ വൃത്തിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞതും അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫെസ്റ്റിവൽ, അതൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് എന്റെ മതം. പക്ഷെ അതിൽ ലോജിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അത് കേൾക്കാനും അതിന് വളരെ നല്ല രീതിയിലുള്ള മറുപടി പറയാനും ഇവിടുത്തെ സ്കോളേഴ്സ്, ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്കോളേഴ്സ് ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് മാത്രമാണ് വേണ്ടിയത്, അല്ലാതെ ഞങ്ങൾ ഇതിനൊരിക്കലും എന്താ പറയാ ഇസ്ലാമോഫോബിയ പരത്തല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി തരാനുള്ള മാനസികാവസ്ഥ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് വേണം. എല്ലാവരും ഒരേപോലെ ജീവിക്കട്ടെ, ഒരാൾ ചിന്തിക്കട്ടെ. എന്നാണ് ഞാനും പറയുന്നത്. ഓക്കെ, അപ്പം അതിനിവിടെ വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ പറയുന്ന ഉസ്താദുമാരും സ്കോളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യു ഗൈസ് ആർ വെൽക്കം. അവിടെ ഭയങ്കര പോയിസണസ് ആണ്. വി ഹാവ് ട്രൈഡ്. പോയിസണസ് ആണ് അവിടെ. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മിനിറ്റ് ഷഹീബ ജസ്റ്റ് എ മൊമെന്റ്. അതായത് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് പോയെന്ന് അറിയില്ല. നമുക്കൊരു 10-15 ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ഏത് ഗ്രൂപ്പാണെന്ന് മേ ബി പിന്നെ ആള് കുറഞ്ഞ്, ഞങ്ങളത് വളരെ ആള് കുറച്ചാണ്, അത് എന്താണെന്നുള്ളത് അറിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഫീഡിൽ അത് വന്നിട്ടുണ്ടാവില്ല. ബട്ട് ഗ്രൂപ്പുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമല്ല. ആവശ്യമുള്ള ആളുകൾ അത് തപ്പി പിടിച്ച് പോയിക്കോളും. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ഷഹീബ, ദിസ് ഇസ് നോട്ട് ഫെയർ. എന്നോട് വഫ ഒരു കാര്യം പറഞ്ഞാല് ഐ ഹാവ് ടു പിന്നെ സബ്സ്റ്റാൻഷിയേറ്റ് തിങ്സ് വിത്ത് മൈ എക്സ്പീരിയൻസ് ദാറ്റ് there are other platforms happening with ustads. These issues are being discussed. അത്രയല്ലേ ഞാൻ പറയുന്നുള്ളൂ. എന്തിനാണ് ഷഹീബ് ഇത്ര ഹീറ്റഡ് ആവുന്നത്? I am just saying that these issues are being discussed in platforms. Maybe you guys have not seen it, or maybe the platforms you have gone are not. ടോപ്പിക് ഒന്നും അങ്ങനെ അല്ലടോ, അതുകൊണ്ടാ പറയുന്നത്. Okay, കുഴപ്പമില്ല. മേ ബി ഇനി മുതൽ മേ ബി ലൈക്ക് ഐ കൻ കണക്ട് വിത്ത് യു ആൻഡ് സേ ദാറ്റ്. കാരണം ഞങ്ങളിപ്പോ 3-4 ചർച്ചകൾ ഉണ്ടായി, അതിലൊക്കെ ഓൺലി വിമൻ ഇഷ്യൂ മാത്രമേ നമ്മൾ അഡ്രസ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഇനിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ യു ഗൈസ് ആർ വെൽക്കം, വേർ യു ക്യാൻ ഡയറക്ട്ലി കോൺവേഴ്സ് വിത്ത് ദി സോ കോൾഡ് ഉസ്താദ്സ് ആൻഡ് സ്കോളേഴ്സ്, ആൻഡ് ഫ്രം ദ സ്കോളർലി പെർസ്പെക്ടീവ് ഇറ്റ് സെൽഫ് തിങ്സ് വിൽ ബി അഡ്രസ്ഡ്. ആൻഡ് ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷഹീബ ഇങ്ങനെ ഹീറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പരസ്യം ചെയ്യാൻ വന്നതല്ല. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഒരു ഡിസ്കഷന് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ മഹറിനോട് റിലേറ്റഡ് ആയിട്ട് ഇസ്ലാമിൽ ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ദാറ്റ് ഹസ് ബീൻ സംതിങ് പ്രാക്ടീസ്ഡ് ബൈ അതർ മുസ്ലിംസ്, ലൈക്ക് അറബ് കൺട്രീസിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്നത് വളരെ സെക്യൂരിറ്റി ഉള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. കാരണം അവർ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്ത സമയത്ത് എന്നെ കളിയാക്കിയിട്ട് അവിടുന്ന് താഴേക്ക് ഇറക്കി വിട്ടു. ഇത്തരത്തിലുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ വന്നിട്ട് അവിടെ വന്ന് ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിൽ നല്ലത് ഞങ്ങൾക്ക് വരുന്ന സ്കോളേഴ്സ്, ഞങ്ങൾക്ക് അറിയുന്ന സ്കോളേഴ്സിനെയും ബുക്സും ഒക്കെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ക്ലബ് ഹൗസിൽ ഇസ്ലാമിക് ഡിസ്കഷൻസ് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ്ലി ടോക്സിക് ആണ്. ടു സം എക്സ്റ്റെന്റ് ഇപ്പൊ എനിക്ക് തോന്നിയത് ഫർഹാന വാസ് ട്രൈങ് ടു പ്രൊമോട്ട് ദോസ് പ്ലാറ്റ്ഫോംസ് ഓവർ ഹിയർ. അത് കണ്ടപ്പോഴാണ് ഞാൻ ഹീറ്റഡ് അപ്പ് ആയത്. ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് കുറെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ, വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഞാൻ ബിലീവറായിട്ട് നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടോക്സിക് ആയി. ലൈക്ക് ഒരു ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് റിലിജിയനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട്സ് വളരെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരാൻ പോലും അവർ തയ്യാറല്ല. അവർ പറയുന്നത് അപ്പോഴേക്ക് നമ്മളൊരു ഫ്രീ തിങ്കർ ആണ്, ജബ്ര. I really didn't like the term you have used, ജബ്ര. Why you people are using this term? എനിക്ക് അതിന്റെ മീനിങ് പോലും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നു. നമ്മളൊക്കെ പ്രാക്ടീസിങ് മുസ്ലിംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ ഫർഹാന എന്താ പറയാ ട്രിഗേർഡ് ആയി എന്ന് പറഞ്ഞില്ല, അതിന്റെ ഡബിൾ ട്രിഗേർഡ് ആവും ഞങ്ങൾ. ഞാൻ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഫർഹാന, ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടെൽ വാട്ട് ഷീ ഈസ് സേയിങ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനത്തെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും നമ്മളെ ഭയങ്കര അധികം റെഡിക്യൂൾ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ലേബിൾ ചെയ്ത് വളരെ മോശം രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ പേരുകൾ പരാമർശിച്ച് അങ്ങനെയുള്ള
ടോക്സിന് ഞങ്ങള് വിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ പോവാത്തത്. നമുക്ക് വോയിസ് ഉള്ള, നമുക്ക് സംസാരിക്കാൻ താല്പര്യം, അതായത് സൗകര്യം തരുന്ന പ്ലാറ്റ്ഫോംസിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോ പിന്നെ ഇസ്ലാമിൽ ഇപ്പൊ നമ്മളിതിപ്പോ ഡിസ്കസ് ചെയ്താൽ തന്നെ എത്ര എക്സ്റ്റെൻഡ് വരെ അവര് ഹദീസുകൾ നിരാകരിച്ചും ഖുറാന്റെ അർത്ഥവ്യാപ്തിനെ എക്സ്റ്റെൻഡ് ചെയ്തും നമ്മളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കും എന്നും നമുക്കറിയില്ല. വി ഡോണ്ട് റിയലി തിങ്ക് ദേ വുഡ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് ആക്റ്റീവ് എഫേർട്ട് എടുക്കാത്തത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഐ തിങ്ക് ഒരു മിനിറ്റ് റെസ്പോണ്ട് ചെയ്യട്ടെ, പറഞ്ഞ കാര്യമല്ല. അതെ, ടോക്സിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. വി ആർ സെൽഫ്സ് ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് കോമന്റ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ മുസ്ലിം സ്ത്രീകളായിരുന്നു ഇനീഷ്യേറ്റ് ചെയ്ത ഡിസ്കഷന്, 1-2 പുരുഷന്മാരുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് എ വെരി ഹെൽത്തി എൻവയൺമെന്റ്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. മേ ബി യു ഗൈസ്, ഞാൻ ഇപ്പൊ പിന്നെ പറയാണ്, ലൈക്ക് യു ഗൈസ് ആർ വെൽക്കം ദെയർ. ഇറ്റ്സ് വെരി ഓപ്പൺ എൻഡഡ് ആൻഡ് ഐ അഷ്യോർ യു ദാറ്റ് ഇങ്ങനത്തെ കമന്റ്സും ഇങ്ങനത്തെ എന്താ പറയാ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ഒരു ശരിയായിട്ടൊരു പ്രമാണത്തിലും ആ ഒരു ട്രഡീഷനും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. ഐ ഡോണ്ട് നോ വൈ ദർ സോ മച്ച് ഓഫ് എന്താ ഇങ്ങനത്തെ ഒരു ടോക്സിസിറ്റി. ഐ ഡോണ്ട് നോ വൈ ലൈക്ക് വി ഹാവ് ഈവൻ നൗ. അത് പിന്നെ പ്രശ്നം തന്നെയാണ്. ഇറ്റ് ഹാസ് ടു ബി പ്രോബ്ലമറ്റൈസ്ഡ്. I'm just saying that there are counter platforms to all of these spaces where we initiate discussion on mahar. ഇപ്പൊ മഹറിനെ പറ്റി തന്നെ ഞങ്ങളെ ഫസ്റ്റത്തെ ഡിസ്കഷൻ അതായിരുന്നു. മഹറിന്റെ കോണ്ടെക്സ്റ്റ്, മഹർ എങ്ങനെയാണ് ഭയങ്കര ഒരു എംപവറിംഗ് സാധനം ആവുന്നത്, ബാക്കി കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ മഹർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വാസ് റിയലി റിയലി എൻലൈറ്റനിങ് ഫോർ ഓൾ ദ വിമൻ ദർ. അപ്പം ഐ എം ജസ്റ്റ് ലൈക്ക് സേയിങ് ദാറ്റ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ആൻഡ് യു ഗൈസ് ആർ വെൽക്കം ദർ. ഓക്കെ, ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് മൂവ് ഓൺ. ആക്സി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിലോട്ടൊന്നും പോകുന്നില്ല. ഐ തിങ്ക് ഒരു മിനിറ്റ് കഫില, ഐ ആം ആക്ച്വലി ഓക്യുപൈഡ് വിത്ത് എ മീറ്റിംഗ്. ഞാൻ ലീവ് ചെയ്തോട്ടെ? ഇനിയൊന്നും ഇല്ലല്ലോ അഡ്രസ് ചെയ്യാൻ? യെസ്, ഷുവർ, പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ഓപ്പർച്യൂണിറ്റി ഹിയർ. താങ്ക് യു. നോ പ്രോബ്ലം മാം. ബൈ. ബൈ ബൈ.